And I believe in the finished work of Jesus. ഞാൻ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ അത് വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. കാൽവരി ക്രൂശിൽ കർത്താവ് ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞാട്ടെ. നിങ്ങൾ ആദ്യമേ പറയുന്നത് കാൽവരി ക്രൂശിൽ കർത്താവ് എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതോടുകൂടെ നിങ്ങൾ അതിന് മുഴുവൻ ബെനഫിറ്റ്സും പ്രാപിക്കുകയാണ്. അതിലൂടെ എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താൽ, ശക്തിയോടെ കരമടിച്ചാൽ. കഴിഞ്ഞ 3 സെഷനായിട്ട് ഇവിടെ ഇല്ല, കഴിഞ്ഞ 7 ദിവസത്തെ മീറ്റിങ്ങിലും ഈ ദിവസങ്ങളുടെ മീറ്റിംഗ് എല്ലാം ഇവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് എന്ന ഭാഗമാണ്, യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തി. അതിനകത്ത് കഴിഞ്ഞ 2 ദിവസവും നമ്മൾ കേട്ടത് മേളിൽ ചെയ്യാനുള്ളതെല്ലാം കർത്താവ് ചെയ്ത് കഴിഞ്ഞു. മേളിൽ എന്ന് ഉദ്ദേശിച്ചത് ഡോക്ടേഴ്സ് ടവർ ബിൽഡിങ്ങിൻ്റെ 4ാമത്തെ നിലയിലല്ല, സ്വർഗത്തിൽ ചെയ്യാനുള്ളതെല്ലാം കർത്താവ് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. മഹാപുരോഹിതനായി യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയവനായി നമുക്ക് വേണ്ടി കടന്നുപോയി സ്വർഗത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. നിരപ്പിച്ചു നമ്മെ പിതാവിനോട്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ 24 മണിക്കൂർ 365 ദിവസവും പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിന്നോണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി വാദിക്കാൻ ആരും ഇല്ലെങ്കിലും നിനക്ക് വേണ്ടി വാദിക്കാൻ യേശുവുണ്ട്. സോ മേളത്തെ കാര്യമെല്ലാം ഓക്കെ ആയി. ഹല്ലേലൂയ. യേശു സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ പിതാവിന് കൊടുക്കേണ്ടിയ വില പിതാവിന് കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതാ ഒന്നാമത്തെ ദിവസം നമ്മൾ കേട്ടത്. 2ാമത്തെ ദിവസം നമ്മൾ കേട്ടത് ഭൂമിയിൽ ചെയ്യേണ്ടതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ചെയ്തു കഴിഞ്ഞു എന്നറിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇനി ഞാൻ പോവാ, ബാക്കി നീ ഇവിടെ ചെയ്തോ. ഇതറിഞ്ഞോണ്ട് നീ ഇവിടെ ചെയ്തോ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ അഴിക്കുന്നത് അഴിയപ്പെടും, നീ കെട്ടുന്നത് കെട്ടപ്പെടും. അഴിക്കാനും കെട്ടാനും അധികാരം നിന്റെ കയ്യിലാണ്. നീയാണ് അധികാരി, നിന്നെയാണ് അധികാരിയാക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ അതാണ് സംഭവിച്ചത്. ഇന്നലെ അതിന്റെ ആഴങ്ങളാണ് പറഞ്ഞത്. ഭൂമിയിൽ ചെയ്യാനുള്ളതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് ഈ കർത്താവ് പറഞ്ഞ അവസാനത്തെ വാഗ്ദത്തവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഉയർത്തപ്പെടുകയാണ്, ഞാൻ ഉയർത്തപ്പെടും, ഞാൻ ഉയർത്തപ്പെട്ടാൽ ഞാൻ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഒന്ന്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇത് ലോകം തരുന്ന പോലെയല്ല, ലോകത്തിന് അത് എടുക്കാൻ പറ്റത്തുമില്ല. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇത് ലോകം തരുന്ന പോലെയല്ല, ലോകത്തിന് എടുക്കാനായിട്ട് കഴിയത്തില്ല. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞ കർത്താവ് എന്നോട് പറഞ്ഞ വാക്കാ കേട്ടോ, എല്ലാം ചെയ്ത് കഴിഞ്ഞ ഞാൻ നിന്റെ കൂടെ ഉണ്ടാ. എത്ര നാള്? ലോകാവസാനത്തോളം. അപ്പൊ കർത്താവ് ലോകാവസാനം വരെ ഉള്ളോ? അത് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും? ലോകാവസാനം വരെ ഞാൻ നിന്റെ കൂടെ, അത് കഴിഞ്ഞ് നീ എൻ്റെ കൂടെ. ലോകാവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഇവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞ് നീ അവിടെ എൻ്റെ കൂടെ ഉണ്ടാവും. ഇനി നിന്നെ പിരിഞ്ഞിട്ടൊരു പരിപാടിയില്ല, നീയും ഞാനും ഒന്നായിനി. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സോ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ തെറ്റലസ്കായ്, തെറ്റലെസ്കറ്റോസ്, തെറ്റൽ തറയുമറി എന്ന ആശയത്തെ നിങ്ങൾ യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്തപ്പോ നിങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ? സ്വർഗത്തിൽ ചെയ്യാനുള്ളതെല്ലാം എനിക്ക് വേണ്ടി യേശു ചെയ്തു കഴിഞ്ഞു. ഇനി സ്വർഗത്തിൽ എനിക്കായിട്ട് ഒന്നും ചെയ്യാനില്ല. ഭൂമിയിൽ ചെയ്യാനുള്ളതെല്ലാം എനിക്ക് വേണ്ടി കർത്താവ് ചെയ്തു കഴിഞ്ഞു. രോഗം മാറാൻ വേണ്ടി ഇനി ഒന്നും ചെയ്യണ്ട, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓ, ഹല്ലേലൂയ. സമാധാനം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോയിരിക്കുന്നു. ഓ, ഹല്ലേലൂയ. ഇനി ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണമായി തീർത്ത് തന്നിരിക്കുന്നു. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ദാരിദ്ര്യം മാറാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, അവൻ ദരിദ്രനായത് നിന്നെ സമ്പന്നനാക്കാൻ വേണ്ടിയാ. ഓ, നിങ്ങളിത് വിശ്വാസത്താൽ കരമടിച്ച് ഏറ്റെടുക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഇത് വ്യാപരിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിലുള്ളത് ബന്ധനമല്ല, സ്വാതന്ത്ര്യമത്രേ. ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുന്നവരെ ബൈബിൾ വിളിച്ചിരിക്കുന്ന മറ്റൊരു വാക്കാണ് ക്രിസ്തുവിലുള്ളവർ. 2 പദമാണ്, ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിലുള്ളവർ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷ പ്ലസ് വിധി. പാപത്തിന്റെ ശിക്ഷയില്ല, നിയമത്തിന്റെ വിധിയില്ല.
നോ കണ്ടംനേഷൻ. ഇനി ഒരു ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് താഴെ പാതാളത്തിൽ ചെയ്യേണ്ടതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു. സ്വർഗത്തിച്ച് ക്രൂശിന്റെ 4 അഗ്രമാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത്. മേളത്തെ അഗ്രം മേളിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. താഴത്തെ അഗ്രം രണ്ട് സൈഡിലേക്ക് നിൽക്കുന്നത് ഭൂമി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നിൽക്കുന്ന അടിയിലത്തെ മെയിൻ തൂണ് അത് പാതാളത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. കർത്താവ് പാതാളത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞോ? മിണ്ടുന്നില്ലല്ലോ ചങ്ങനാശ്ശേരിക്കാരെ, ഉറക്കെ പറ. ചെയ്തു കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പാതാളത്തിന്റെ മേൽ നിനക്കും എനിക്കും ജയമുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഭൂമി മാത്രമേ യേശുവേ അങ്ങേക്ക് അധികാരമുള്ളോ? സ്വർഗത്തിലും ഭൂമിയുടെ മാത്രം അധികാരിയാണോ നീ? പാതാളത്തിൽ എങ്ങനെയാ? നരകത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാ? അവിടെ ആരാ അധികാരി? ഇപ്പം അവിടെ പിശാചാണോ ഇപ്പൊ വാഴുന്നേ? അവിടെ പിശാചിനെ എങ്ങനെയായിരുന്നു സ്ഥിതിയാക്കി വെച്ചിരിക്കുന്നത്? എങ്ങനെയാ അതിന്റെ മേലുള്ള ക്രിയ? കാൽവരി ക്രൂശിൽ കർത്താവ് ചെയ്ത പൂർത്തീകരണ പ്രവൃത്തിയിൽ സംഭവിച്ചത് കൊളോസ് ലേഖനം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും എടുക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു വിടാം. വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. എല്ലാവരും പറഞ്ഞേ, വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. അവരെ നിരായുധരാക്കി, പരസ്യക്കാഴ്ചയാക്കി. ഓ ഹല്ലേലൂയ പറഞ്ഞേ. ആയുധവർഗം വെപ്പിക്കേണ്ടി വന്നത് ആയുധം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ പഴയ നിയമം മുഴുവൻ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം, പിശാച് ആയുധമായിട്ട് കഴുത്ത് നിന്ന് കയറഴിച്ചു വിട്ട കാളയെ പോലെ പറന്ന് നടന്ന് മനുഷ്യന്മാരെ കൂത്തി ഉപദ്രവിക്കുകയായിരുന്നു. ഇവനെ ആരും പിടിച്ചു കെട്ടിയിരുന്നില്ല, ആർക്കും ഇവനെ പിടിച്ചു കെട്ടാൻ പറ്റിയിരുന്നില്ല. ഇവൻ ആയുധം കൊണ്ട് അരമന കാത്ത് അധികാരിയായി തുടരുകയായിരുന്നു. ആരും ഇവനെ ബന്ധിച്ചിരുന്നില്ല, ഇവൻ എല്ലാരെയും ബന്ധിച്ചിരുന്നു. നിങ്ങൾ കേട്ടോ? അപ്പം ഇവനെ ആരും ബന്ധിച്ചിരുന്നില്ല, ഇവൻ എല്ലാവരെയും ബന്ധിച്ചിരുന്നു. ഇവൻ വലിയ ആളായിട്ട് ആൾക്കാരെ നിർത്തി കാര്യങ്ങൾ ചെയ്ത് ബന്ധനം അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കും ഇവനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞിരുന്നില്ല. യേശു കർത്താവ് ഭൂമി വന്നപ്പോഴും പറഞ്ഞത്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ കർത്താവും വന്ന് പറഞ്ഞത് ബലവാനെ ഇതുവരെ പിടിച്ചു കെട്ടിയിട്ടില്ല, പിടിച്ചു കെട്ടിയാലേ അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. എന്നാൽ അന്ന് യേശു ഇത് പരസ്യ ശുശ്രൂഷ കാലത്ത് പറയുമ്പോൾ ബലവാൻ ബന്ധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു പ്രിയരെ. എന്നാൽ കാൽവരി ക്രൂശിൽ യേശു ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയപ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഇന്ന് പിശാചിന് ആയുധമില്ല. ഈ സത്യം ഒന്ന് അറിഞ്ഞാൽ നീ കണ്ണു തുറക്കും. നിന്നെ ഉപദ്രവിക്കുമെന്ന് പറയുന്ന കള്ള പിശാചിനോട് പറ, പഴം മുറിക്കാൻ പോലും ഒരു കത്തി കയ്യിലില്ലാത്ത നീയാണോ എന്നെ ഉപദ്രവിക്കാൻ വരുന്നേ? അമ്മേ, ഞാൻ 2 പദം പറയാൻ പോവാ, വേണ്ടവർ പ്രാപിച്ചോ. സാത്താന്റെ കയ്യിൽ ഒരായുധമില്ല, നിന്റെ കയ്യിൽ ദൈവത്തിന്റെ സർവ ആയുധ വർഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ വിളിച്ചു പറഞ്ഞോ, ജയം എന്റേതാ. യുദ്ധത്തിന് മുമ്പേ ജയം പറയുന്ന ഏക കൂട്ടർ ദൈവമക്കളാ. ഇന്ന് നിങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ജയത്തെ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റും. കാരണം നിങ്ങൾ ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരല്ല, ജയിച്ചത് കൊണ്ട് യുദ്ധം ചെയ്യുന്നവരാ. യേശുവിന്റെ നാമം ഞാൻ ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളല്ല, യേശു ക്രിസ്തുവിൽ ഞാൻ ജയാളി ആയതുകൊണ്ട് യുദ്ധം ചെയ്യുന്നയാളാ. പാതാളത്തിന് മേൽ യേശു ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ആമേൻ. ഇന്നത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ വരികയാണ്. 16-ാം അധ്യായത്തിൽ കർത്താവ് പറയുമ്പോൾ പറഞ്ഞ പദം കൂടെ അതിനിടയ്ക്കൊന്ന് എടുത്തിടാൻ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കാരണം പാതാള ഗോപുരം ഇനി ഉയർന്നു വന്നാലും ജയിക്കാൻ കഴിയാത്ത നിലയിൽ അവിടെ ഞാൻ അതിൻ്റെ മേൽ അധികാരിയായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇത് യോഹന്നാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ കർത്തൃ ശുശ്രൂഷ നിമിത്തം
ഉപദ്രവത്തിൽ, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അതികഠിനമായ ഉപദ്രവം സഭയ്ക്ക് നേരിടപ്പെട്ടപ്പോൾ നാട് കടത്തപ്പെട്ട് പത്മോസ് എന്ന് പറയുന്ന ഈജിയൻ കടലിടുക്കിലായിരുന്നു. ഈജിയൻ കടലിടുക്കാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. ഈജിയൻ കടലിടുക്കായിരുന്നു. രാഷ്ട്രീയ തടവറയിൽപ്പെട്ടവരെ കൊണ്ടുപോയിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിടുന്ന സ്ഥലമാണ്. യോഹന്നാൻ ആകപ്പാട് കൂട്ടായിട്ട് പത്മോസിലുള്ളത് തനിക്ക് മുമ്പേ നാട് കടത്തപ്പെട്ടവരുടെ തലയോട്ടി. പിന്നെ കൂട്ടായിട്ടുള്ളത് താനൊന്ന് കണ്ണടച്ചാൽ തന്നെ കൊത്തിപ്പറിക്കുമെന്ന് പറഞ്ഞ് താഴ്ന്നു പറന്ന് നടക്കുന്ന കഴുകന്മാർ. ഇത് മാത്രമേ യോഹന്നാൻ പത്മോസിൽ കൂട്ടായിട്ടുള്ളൂ. ഇങ്ങനെ ഉള്ള യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. യോഹന്നാൻ ഇതിനു മുമ്പ് യേശുവിനെ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ ഇതിനു മുമ്പ് യേശു ക്രൂശിൽ കിടക്കുന്നതും കണ്ടിട്ടുണ്ട്. യോഹന്നാൻ ഇതിനു മുമ്പ് യേശുവിൻ്റെ മാറോട് ചാഞ്ഞു നിന്ന് യേശുവിൻ്റെ ഹൃദയസ്പന്ദനം അറിഞ്ഞിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ ഈ കണ്ട യേശുവിനെ ഏറ്റവും ഒടുവിൽ യോഹന്നാൻ കണ്ടത് എങ്ങനെയാണെന്നറിയോ? തലയിൽ മുൾക്കിരീടം വെച്ച് തളർന്ന് തകർന്ന് വിവശനായി തകർക്കപ്പെട്ടവനായി കാൽവരി ക്രൂശിൽ യോഹന്നാൻ യേശുവിനെ കണ്ടു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, മകനെ ഇതാ നിന്റെ അമ്മ എന്ന ക്രൂശിന്റെ പ്രഖ്യാപനത്തിന് ശേഷം അടുത്ത പ്രഖ്യാപനം യോഹന്നാൻ കേട്ടത് ഇതാണ്: സകലവും നിവർത്തിയായി. തെറ്റലസ്കായി, സകലവും നിവർത്തിയായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ ക്രൂശിന്റെ ആ ചിത്രം നിങ്ങൾ കണ്ടാൽ അറിയാം. ക്രൂശിന്റെ മേളിൽ 3 ഭാഷകളിൽ, അന്ന് ലോകത്തിൽ നിലവിലുണ്ടായിരുന്ന അരാമ്യ ഭാഷ, എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ, 3 ഭാഷകളിലും ഒരു എഴുത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. യഹൂദന്മാരുടെ രാജാവാണ് ഈ കിടക്കുന്നയാള്. ലോകത്തിലുള്ള 3 പ്രധാന ഭാഷകളിൽ എഴുത്ത്, അരാമ്യ ഭാഷ, എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷയിൽ എഴുത്ത് അവിടെ ഉണ്ടായിരുന്നതും യോഹന്നാൻ വായിച്ചിട്ടുണ്ട്. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ ഇതിനെ 3 നാൾ കൊണ്ട് പണിയുമെന്ന് യേശു പറഞ്ഞത് യേശുവിൻ്റെ കൂടെ നടന്ന ഈ യോഹന്നാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു പറഞ്ഞത് ഈ യോഹന്നാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ യോഹന്നാൻ ഏറ്റവും ഒടുവിൽ യേശുവിനെ കണ്ടത് നിങ്ങൾക്കറിയാമോ? തളർന്ന് തകർന്ന് അവശനായി കുരിശിൽ കിടന്ന് നിലവിളിക്കുന്ന ദൈവപുത്രനെ കണ്ടിട്ടാണ് യോഹന്നാൻ നിൽക്കുന്നത്. യോഹന്നാനെ, ഇനി ഒരു പ്രത്യക്ഷപ്പെടൽ നിന്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടാൻ പോവുക. നീ ഇന്നലെ എൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചവനായി നീ എന്നെ കണ്ടുവെങ്കിൽ, ഇന്നലെ എൻ്റെ കയ്യിൽ ആണിയടിക്കപ്പെട്ടവനായി നീ എന്നെ കണ്ടുവെങ്കിൽ, ഇന്നലെ എൻ്റെ വിലാപ്പുറം കുത്തി തുറന്നവനായി നീ എന്നെ കണ്ടുവെങ്കിൽ, പൂർത്തീകരണ പ്രവൃത്തിക്ക് ശേഷം ഞാൻ നിന്നെ ഒന്ന് കാണിക്കാൻ പോവാ. ഹല്ലേലൂയ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാൻ പോവാ യോഹന്നാനെ. അതാ വെളിപ്പാട്, അതാ വെളിപ്പാട്. ദ വേർഡ് അപ്പോക്കാലിപ്സിസ്, മറ നീക്കി മറച്ചു വെച്ചതിനെ കാണിക്കുക. യോഹന്നാനെ, ഞാൻ എന്താണെന്ന് നിന്നെ ഞാനൊന്ന് കാണിക്കാൻ പോവാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സകലവും നിവർത്തിയായി എന്ന് എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിൽ പറഞ്ഞ ശേഷം ഇത് പത്മോസിൽ യേശു പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെടുന്ന യേശു അന്ന് പറഞ്ഞ 2-3 പദങ്ങൾ ഞാൻ ഇങ്ങോട്ടിടാം. വേണ്ടവരതിന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. 1, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആരംഭം മാത്രമല്ല, ഞാൻ അവസാനവും കൂടെയാണ്. ഞാൻ തുടക്കക്കാരൻ മാത്രമല്ല, ഞാൻ ഒടുക്കക്കാരനും കൂടെയാണ്. ഞാൻ ഓദർ മാത്രമല്ല, ഞാൻ ഫിനിഷറും കൂടെയാണ്. ഞാൻ വല്ലതും തുടങ്ങിയാൽ ഇട്ടേച്ചു പോകുന്നവനല്ല, തുടങ്ങിയെടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നവനാണ്. ഞാൻ ആൽഫ മാത്രമല്ല, ഞാൻ ഒമേഗ കൂടെയാണ്. ഞാൻ ആദ്യൻ മാത്രമല്ല, ഞാൻ അന്ത്യൻ കൂടെയാണ്. യോഹന്നാനെ, നീ വിശ്വസിച്ചവൻ തുടക്കക്കാരൻ മാത്രമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നിവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവപുത്രൻ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തി ചെയ്തിട്ട് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന യേശു, അവൻ തുടക്കക്കാരൻ മാത്രമല്ല, അവൻ വല്ലതും തുടങ്ങിയാൽ ഇട്ടേച്ചു പോകുന്നവനല്ല, ചെയ്തത് പൂർത്തീകരിപ്പാൻ തന്റെ ബലത്തിൻ ഗോപുരവുമായി ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പകൽ അവന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം.
യേശുവിന്റെ നാമത്തിൽ ജയം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം ആരംഭിച്ച വല്ലതും വൈകുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആരെങ്കിലും എൻ്റെ സമീപത്തുണ്ടെങ്കിൽ ഈ ആലോചന നിങ്ങളെ ഇന്ന് രാവിലെ ബലപ്പെടുത്തട്ടെ. ഈ ആലോചനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഞാൻ തുടക്കക്കാരൻ മാത്രമല്ല, ഞാൻ ആൽഫ മാത്രമല്ല, ഞാൻ ആദ്യൻ മാത്രമല്ല, ഞാൻ അന്ത്യനും കൂടെയാണ്. ഞാൻ തുടങ്ങിയതിനെ ഞാൻ അവസാനിപ്പിക്കുന്നത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്നവരെ, ഏതെങ്കിലും ദൈവപ്രവൃത്തികൾ വൈകുന്നത് കണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ലോകത്തിൽ ജീവിക്കാതെ തൻ്റെ ഇടത്തോടെ നെഞ്ചും നെറ്റിയും വിരിച്ചു പറ, ഈ ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ അവസാനിപ്പിക്കുന്ന ദൈവം അത്രേ. കല്ലറ കൊണ്ടോ കാരാഗ്രഹം കൊണ്ടോ ഒതുങ്ങുന്നവനല്ല ഇവൻ. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ കഴിയുന്ന ഒരു ഭയങ്കര അഭിഷേകം എൻ്റെ അകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ജയം. പാതാളത്തിൽ കർത്താവ് ചെയ്തത് എന്താണെന്നറിയാമോ? 3-ാം മണി നേരം മുതൽ 9-ാം മണി നേരം മുഴുവൻ ദേശം മുഴുവൻ അന്ധകാരം കൊണ്ട് നിറഞ്ഞപ്പോൾ ഭൂമിയിൽ ഒരു വർത്തമാനം യേശു പറഞ്ഞിട്ടില്ല. ക്രൂശിന്റെ 3 യാമങ്ങൾ ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. 3 സമയങ്ങൾ. ആദ്യത്തെ 3 മണിക്കൂർ, ആ 3 മണിക്കൂറിൽ യേശു വിലപ്പെട്ട 3 മൊഴികൾ പറഞ്ഞു. ഒന്ന്, എനിക്ക് ദാഹിക്കുന്നു. പറഞ്ഞ, എനിക്ക് ദാഹിക്കുന്നു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. നോക്ക്, 3 പ്രഖ്യാപനങ്ങൾ യേശു ആ നാഴികയിൽ ചെയ്തു. എന്നാൽ ഇതിനിടയിൽ ഒരു നാഴികയുണ്ട്, നിശബ്ദതയുടെ ഒരു 3 മണി നേരം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയ ആദ്യത്തെ 3 മണി നേരം. ഇനി അടുത്തത് പാതാളത്തിന്റെ അധികാരികളുടെ മേൽ വലിയൊരു ആധിപത്യം സ്ഥാപിക്കുന്ന അടുത്ത 3 മണിക്കൂർ. ഇതാ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം. എഫേസ്യ ലേഖനം പറയുമ്പോൾ പറയുന്നു, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അവൻ ഇറങ്ങി. നോഹയുടെ കാലം മുതൽ മരിച്ചവരായ വിശുദ്ധന്മാരോട് അവൻ ആത്മാവിൽ പാതാളത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. സബ് ജയിലിൽ, പാതാള തടവറയിലായിരുന്നവരുടെ ആത്മാക്കളെ യേശു പുനരുത്ഥാനത്തിൽ തൻ്റെ കൂടെ കൊണ്ടുപോയി സ്വർഗത്തിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനിയും കർത്താവിന് സ്തോത്രം ചെയ്തേ. എന്നാൽ യേശു പാതാളത്തിൽ ചെന്നിട്ട് വെറും കൈയായിട്ട് തിരിച്ചു വരികയല്ലായിരുന്നു. പാതാളത്തിൽ ചെന്ന യേശു സാത്താനെ അവന്റെ വീട്ടിൽ കയറി അവനെ നിരായുധനാക്കി. ഓ ഹല്ലേലൂയ. അവന്റെ വീട്ടിൽ കയറി അവനെ നിരായുധനാക്കി. നിങ്ങൾ വേണ്ടുന്നില്ല. ഇന്നലെ രാത്രിയിൽ പറഞ്ഞ പദവും കൂടെ ഒന്ന് തൊട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആശയം മനസ്സിലാകും. ഇത് എന്റേതാന്ന് പറഞ്ഞപ്പം സാത്താനോട് യേശുവിന്റെ മറുപടി, സ്വർഗാരോഹണം ചെയ്തപ്പോൾ യേശു പറഞ്ഞു, ഇത് മുഴുവൻ എന്റേതാക്കിയിട്ടുണ്ട് ഞാൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോഴും അധികാരി പാതാളത്തിൽ അവനാ. ഓ, ഭൂമിയുടെ അധികാരം പുനരുത്ഥാനത്തോടു കൂടി യേശു തിരിച്ചു പിടിച്ചു. അപ്പോഴും പാതാളത്തിന്റെ അധികാരം അവനാ. ക്രൂശിന്റെ 3 മണിക്കൂർ നിശബ്ദതയിൽ പാതാളത്തിന്റെ ആധിപത്യം അവസാനിക്കുകയായിരുന്നു. അവന്റെ വീട്ടിൽ കയറി അവനെ ബന്ധിക്കുകയാണ്. ഓ, ആയുധം കൊണ്ട് അരമന കാത്തവനെ നിരായുധനാക്കി. യേശുവിന്റെ നാമം ജയം. ചങ്ങനാശ്ശേരിയിൽ ഏതെങ്കിലും ഒരു വാഴ്ച ഉണ്ടെങ്കിൽ ആ വാഴ്ച ദൈവമക്കളുടെ വാഴ്ചയാണ്. ഇവിടെ ഇന്ന് വാഴാൻ പിശാചിന് അധികാരമില്ല, ഇവിടെ വീഴാനേ പിശാചിന് അധികാരമുള്ളൂ. നമുക്കിവിടെ വീഴാനല്ല അധികാരം, നമുക്കിവിടെ വാഴാനാണ് അധികാരം. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു സാത്താനെ നിരായുധനാക്കി. എന്നിട്ടാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ആ വാക്കിലേക്ക് നിങ്ങൾ തിരിച്ചു വരേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് യേശു പറയുന്നത്. 17-ാം വാക്യം, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി അവന്റെ കാൽക്കൽ വീണു, അവന്റെ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. 18-ാം വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു. കേട്ടോണേ ആ വാക്ക്, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ക്രൂശിൽ മരിച്ചിരുന്നു. ഹലോ, ഞാൻ മരിച്ചവനായിരുന്നു. അടുത്ത പദം കേട്ടോണേ, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. യോഹന്നാനെ, പേടിക്കണ്ട, നിന്റെ പ്രാണപ്രിയം മരിച്ചു പോയിട്ടില്ലടാ, അവൻ എന്നേക്കും ജീവിച്ചിരിക്കുക. ഇന്ന് രാത്രി പൂർത്തീകരണ പ്രവൃത്തി ചെയ്തവൻ എന്നേക്കും ജീവിച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? നിന്നെ പൂർത്തീകരിക്കാൻ.
കേട്ടില്ല നിങ്ങളെ പദം കേട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാനെ, നിന്റെ പത്മോസിൽ ഇന്ന് അവൻ ഇറങ്ങി വരും. എന്തിനാണെന്നറിയോ? കണ്ടേച്ചു പോകാനല്ല, എല്ലാം ചെയ്ത് കഴിഞ്ഞവനാ നിന്റെ കൂടെ ഉള്ളതെന്ന് അറിയിക്കാനാ. യോഹന്നാനെ, സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ക്രൂശിലെ അവസാന മൊഴി യോഹന്നാൻ കേട്ടതാ കേട്ടോ. സകലവും നിവൃത്തിയായി. അല്പം ഒരു അങ്കാല പകത്തു വന്നു യോഹന്നാന്റെ ഉള്ളിൽ. എല്ലാം ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്റെ ഈ പത്മോസിന്റെ കഷ്ടതയിൽ നിവർത്തിയാക്കിയവൻ എവിടെ? ഉത്തരം അടുത്ത വാക്കിൽ കൈവച്ച് ഭയപ്പെടേണ്ട. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ പറയട്ടെ. ഇന്ന് രാവിലെ കർത്താവേ, ഈ 3 ദിവസവും അങ്ങെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നത് കേട്ട് ഞാൻ ആമേൻ പറഞ്ഞു. പക്ഷെ പണി തീരാത്ത എന്റെ വീടിന്റെ കാര്യം എങ്ങനെയാ? വിവാഹം നടക്കാത്ത എന്റെ കുഞ്ഞിന്റെ കാര്യം എങ്ങനെയാ? പേപ്പർ ശരിയാകാത്ത എന്റെ വിഷയുടെ കാര്യം എങ്ങനെയാ? കിട്ടാത്ത ലൈസൻസിന്റെ കാര്യം എങ്ങനെയാ? അടഞ്ഞുപോയ വഴിയുടെ കാര്യം എങ്ങനെയാ? ഈ രാവിലെ തികച്ചവൻ, എല്ലാം ചെയ്തു കഴിഞ്ഞവൻ തോളത്ത് കൈവച്ച് നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട. യേശുവിന്റെ നാമത്തിൽ ജയം. ഭയപ്പെടേണ്ട. യേശുവിന്റെ നാമത്തിൽ ജയം. ബ്രദറെ, കേട്ട ആലോചനയ്ക്ക് മുഴുവൻ ഞാൻ ആമേൻ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. ഇന്നും നാട്ടുകാരെന്നെ മച്ചി എന്ന് വിളിച്ച് കളിയാക്കുക. ആരോടൊക്കെയോ ഇന്ന് രാത്രി വളരെ വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. കർത്താവ് എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാനും സ്തോത്രം പറഞ്ഞു ബ്രദറെ. പക്ഷെ കടഭാരം മാറിയ നേരമില്ല വീട്ടില്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ ആമേൻ പറഞ്ഞു ബ്രദറെ. പക്ഷെ എന്റെ വസ്തുവിന്റെ കച്ചവടം ഇതുവരെ നടന്നിട്ടില്ല. ജീവിതത്തിന്റെ പ്രായോഗിക പരുപരത്തെ അവസ്ഥയെ കാണിച്ചിട്ട് എന്റെ കർത്താവ് പ്രവൃത്തിയൊന്നും ചെയ്ത് കഴിഞ്ഞില്ലെന്ന് കള്ള പിശാച് നിന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോ ഇവിടെ ഇതാ എല്ലാം കഴിഞ്ഞവൻ, എല്ലാം ചെയ്തു കഴിഞ്ഞവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്നോട് പറയുക, അതിനെ നീ മൈൻഡ് ചെയ്യണ്ട. അതിനെ നീ മൈൻഡ് ചെയ്യണ്ട. അതിനെ നീ മൈൻഡ് ചെയ്യണ്ട. അതിനെ നീ മൈൻഡ് ചെയ്യണ്ട. ഓ, യേശുവിന്റെ നാമം ജയമേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കേട്ടോ സോദരൻ ബ്രദർ, എന്താ അറിയോ? ഇവിടെ ഇരുന്ന് ആമേൻ പറഞ്ഞു. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. തിരിച്ചു വീട്ടിൽ ചെന്നപ്പോ വിളി കേട്ടത് ബന്ധിക്കപ്പെട്ട മകന്റെ ഫോൺ കോളാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ? അമ്മേ, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആമേനും പറഞ്ഞു, ഗ്ലോറിയും പറഞ്ഞു, ലോറിയും പറഞ്ഞു, എല്ലാം പറഞ്ഞു. വലിയ സന്തോഷത്തിൽ തിരിച്ചു വീട്ടിൽ ചെന്നപ്പോഴാ പണി തീരാത്ത വീട് കാണുന്നേ. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോഴാ വക്കീല് വിളിച്ചു പറയുന്ന കേസിന്റെ കാര്യം ഒന്നും ആയില്ല കേട്ടോ. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാ ഒന്നും ചെയ്തിട്ടില്ലാത്ത പോലെ സാഹചര്യങ്ങളെ കള്ളപ്പിശാച് കൺമുമ്പിൽ കാണിക്കുന്നേ. യോഹന്നാന് നേരിട്ട അതേ അവസ്ഥ അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഈ പകൽ എന്നെ കേൾക്കുന്നുണ്ട്. എല്ലാം ചെയ്തു കഴിഞ്ഞവൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോവാ. പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ നിന്നോട് പറയാൻ പോവാ, ഞാൻ ആദ്യനും അന്ത്യനുമാ.
ഞാൻ ആദ്യം ഇത് പറയുമ്പോ പല കണ്ണുകളും നിറയുന്ന ഞാൻ കാണുന്നു. നിങ്ങളുടെ അനുഭവത്തെ കർത്താവ് തൊട്ടു പറയുന്നു. ഇന്ന് രാവിലെ കേട്ട ഫോൺ കോൾ നിന്നെ തകർത്തിട്ടുണ്ടാകാം. ഇവിടെ 1000 പ്രാവശ്യം ഇതിനോടിടയ്ക്ക് ഈ ഫിനിഷ്ഡ് വർക്ക് കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു, തെറ്റലസ്കായ് എന്ന പദം ഇവിടെ പറഞ്ഞു കാണും. പക്ഷെ കേട്ട വചനത്തിന് വിരോധമായി എന്റെ നിന്റെ സാഹചര്യത്തെ പൊക്കി കാണിച്ചിട്ട് സൗഖ്യമാകാത്ത മകനെ, വിവാഹം നടക്കാത്ത മകളെ, സൗഖ്യമാകാത്ത രോഗത്തെ, കാര്യം നടക്കാത്ത കുടുംബത്തെ, തുറക്കാത്ത ഗർഭപാത്രത്തെ, അഴിയാത്ത നട്ടലിന്റെ പ്രയാസത്തെ ഉയർത്തിക്കാട്ടിയിട്ട് അതെങ്ങനെയാന്ന് അവൻ പല്ലിളിച്ച് ചോദിക്കും മുമ്പേ ഉയർത്തെഴുന്നേറ്റവൻ നിന്റെ തൊട്ട് സമീപത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ നിന്നോട് പറയുന്നു, ഈ കണ്ണ് നിറയുന്നുണ്ട്, ഈ കണ്ണ് നിറയുന്നുണ്ട്. പിതാവേ, ഇന്ന് രാവിലെ നിന്റെ മേലൊരു അഭിഷേകം വരികയാ. വന്നില്ല, വന്നില്ല. ആത്മാവിടെ ഇറങ്ങി നിൽക്കുന്നു. ഇന്ന് രാവിലെ പരിഹരിക്കപ്പെടാത്ത 10,000 പ്രശ്നങ്ങളെ എന്റെ നിന്റെ മുമ്പിൽ ഉയർത്തി കാണിച്ചിട്ട് അതെങ്ങനെയായി, ഇതെങ്ങനെയായി എന്ന് പല്ലിളിച്ച് സാത്താൻ ചോദിക്കുമ്പോൾ നിന്നോട് എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞവൻ മാറി നിൽക്കത്തില്ല കുഞ്ഞെ. അവൻ മാറി നിൽക്കത്തില്ല കേട്ടോ. അവൻ മാറി നിൽക്കത്തില്ല. അവൻ മാറി നിൽക്കത്തില്ല. ആരും പ്രത്യക്ഷപ്പെടാത്തപ്പോഴും നിന്റെ പത്മോസിൽ അവൻ പ്രത്യക്ഷപ്പെടും. സ്വീകരിച്ചോ. പത്മോസിൽ മൊബൈലിന് ടവർ ഇല്ല, റേഞ്ച് ഇല്ല. പത്മോസിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഇല്ല. പത്മോസിൽ വൈഫൈ ഇല്ല പ്രിയരെ. പത്മോസിൽ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഫുൾ റേഞ്ചോടെ ഉയർത്തെഴുന്നേറ്റോ നിൽക്കുക. ഞാൻ ഇന്നലെ എങ്ങനെയാ എടാ അതുപോലെ തന്നെ എന്നെ നോക്കണ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുകനെ കണ്ട് പേടിച്ചിരിക്കുന്നവനെ നിന്നോട് കർത്താവ് പറയുന്നത് ഞാൻ മരിച്ചവനായിരുന്നെന്നാ. ആ കുട്ടൻസ് മനസ്സിലായോ? എന്നാ മനസ്സിലായി? കഴുകനെ കണ്ട് പേടിച്ചിരിക്കുന്നവനോട് കർത്താവ് പറയുന്നത് ഞാൻ മരിച്ചവനായിരുന്നെന്ന് എന്ന് പറഞ്ഞ അങ്ങേയറ്റം നിനക്ക് സംഭവിക്കാൻ പോകുന്ന മരണമാ. അവിടുന്നാ ഞാൻ വന്നേക്കുന്നത്. അതിനപ്പുറത്തൊന്നും നിനക്ക് സംഭവിക്കാനില്ല. ഇന്ന് എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു ഭയങ്കര അഭിഷേകം ഇവിടെ പടരുന്നുണ്ട്. ഈ രാത്രി ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഉണർവ് കരഞ്ഞവനെ, കണ്ണു കലങ്ങിയവനെ, ഹൃദയം തകർന്നവനെ, നിന്നോട് പറയാൻ ഇന്ന് ആലോചനയുണ്ട് കർത്താവിന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കഴുകനെ കണ്ട് വിറച്ചിരിക്കുന്നവനോട് കർത്താവ് പറയാ ഞാൻ മരിച്ചവനായിരുന്നെന്ന്. എടാ, പത്മോസിലെ മുഴുവൻ ശക്തികളുടെ അങ്ങേയറ്റം നിന്നെ ചെയ്യാൻ പോകുന്നു കുത്തിക്കൊല്ലും. ചത്തടത്തുനിന്ന് ഞാൻ വന്നെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന നീയും വരും. രഞ്ജിത്ത് ബ്രദർ, ഇന്നൊരു വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും പലതും പെൻഡിംഗ് ആയി കിടക്കുമ്പോ നിന്റെ കണ്ണ് മഞ്ഞളിക്കണ്ട.
നിന്റെ കണ്ണ് വേദനിക്കണ്ട. വരുന്ന അഭിഷേകം നിന്നോട് വാക്ക് പറയുന്നു. ഇല്ല, ഞാൻ കെട്ടുകളെ അഴിച്ച് നിന്റെ പത്മോസിൽ എന്റെ ശക്തിയുമായി ഞാൻ പ്രത്യക്ഷപ്പെടാൻ പോവാ. I am the one, Alpha and Omega. Jesus, Jesus. കഴുകനെ കണ്ട് പേടിച്ചിരിക്കുവാണോ? കഴുകനെ കണ്ട് പേടിച്ചിരിക്കുവാണോ? നിന്റെ മുമ്പിൽ ഇന്ന് എന്റെ യേശു മരിച്ചവനായി പ്രത്യക്ഷപ്പെടാൻ പോവാ. കഴുകനെ കണ്ട് പേടിച്ചിരിക്കുകയാണോ? സകലവും നിവൃത്തിയായി എന്ന് എഴുതി വെച്ചത് വായിച്ചറിഞ്ഞ ആളല്ല യോഹന്നാൻ. കർത്താവിന്റെ വായിന്ന് കേട്ടതാ. പത്മോസിന്റെ മുൾമുനെ നിർത്തി കള്ളപ്പിശാചി ചോദിക്കുന്നു, ഇപ്പൊ എങ്ങനെയായി? ഇപ്പൊ എങ്ങനെയായി? എന്തൊക്കെയായിരുന്നു വീരവാദം? സകലവും നിവർത്തിയായി, എല്ലാം ചെയ്തു കഴിഞ്ഞു. ക്രൂശിലല്ല ദേണ്ട കിടക്കുന്നു. എടാ, ഫുട്ബോൾ പോലെ നിന്റെ മുമ്പിൽ കാണുന്ന നിനക്കും നാട് കടത്തപ്പെട്ടവരുടെ തലയോട്ടിയാ. എന്നാ പറയാനുണ്ട്? ഒന്ന് പറയാനുണ്ട്, സകലവും നിവർത്തിയായി. ഇത് കണ്ടിട്ടും നിനക്കതേ പറയാനുള്ളൂ ഉള്ളൂ. എടാ, സാഹചര്യത്തെ കാണ്. ഇത് സാഹചര്യത്തെ കാണുന്നവന്റെ ജീവിതമല്ല, സാഹചര്യത്തിനകത്ത് യേശുവിനെ കാണുന്നവന്റെ ജീവിതമാണ്. കേട്ടവർക്കായി സ്തോത്രം. ഇത് സാഹചര്യത്തെ കാണുന്നവന്റെ ജീവിതമല്ല, ഇത് സാഹചര്യത്തിനകത്ത് യേശുവിനെ കാണുന്നവന്റെ ജീവിതമാണ്. പ്രാപിച്ചോ? ഒരു ഭയങ്കര അഭിഷേകം ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പല ശരീരങ്ങളിലേക്കും ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ യേശു എന്നോട് പറയുന്നു, സാഹചര്യമല്ല വലുത്, ഞാനാ വലുത്. നടക്കാത്ത വസ്തുവല്ല വലുത്, ഞാനാ വലുത്. എന്നെക്കാട്ടിലും വലുതായിട്ടൊന്നുമില്ല. ജീസസ്, പോകാൻ പറ. പല്ലിളിച്ച് കാട്ടി നിന്നെ തീർത്ത് കളയുമെന്ന് പറയുന്ന കള്ള പിശാചിനെ നോക്കി പറ, ഈ കണ്ണുനീര് വെറുതെ അല്ല കേട്ടോ. ഇന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ യേശുവിന്റെ കരം വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. അയ്യോ സഹോദരി, വെറുതെ അല്ല കേട്ടോ ഈ കയ്യടി, വെറുതെ അല്ല കേട്ടോ. ഇത് വെറുതെ അല്ല നിന്ന് ഈ ദൈവത്തെ സ്തുതിക്കുന്നത്. ഇന്നിവിടെ പൊട്ടുന്നുണ്ട്. ഞാൻ പ്രത്യക്ഷപ്പെടാൻ പോവാ. യേശു പറയുന്നു, ഞാൻ പ്രത്യക്ഷപ്പെടാൻ പോവാ. ഞാൻ പ്രത്യക്ഷപ്പെടാൻ പോവാ. സിറ്റുവേഷനെ ഞാൻ മാറ്റാൻ പോവാ. പത്മോസില നീ കിടക്കുന്നെന്ന് നീ അറിയാത്ത നിലയിൽ ഞാൻ നിന്നെ ആക്കി മാറ്റാൻ പോവാ. കഴുകനെ കണ്ടോ? കർത്താവിനെ കണ്ടോ? പറ. കഴുകനെ കാണുന്നോ? കർത്താവിനെ കാണുന്നോ? കഴുകനെ കാണുന്നെങ്കിൽ താടിക്ക് കൈ കൊടുത്ത് മുട്ടക്കച്ചവടത്തിന് പോയിട്ട് നഷ്ടം വന്നപോലെ ഇവിടെ കുത്തിയിരിക്കും. കർത്താവിനെ കാണുന്നെങ്കിൽ നീ ഇന്ന് രാവിലെ വായി തുറന്ന് പറയും, എനിക്കറിയാം കർത്താവേ. യേശു യോഹന്നാന്റെ മുമ്പിൽ അഡ്രസ് ചെയ്യുമ്പോഴേ കർത്താവ് പറഞ്ഞ ഒരു വാക്കതാ, തോളിലേക്ക് തല ചായ്ച്ച് നീ എന്നെ കണ്ടില്ലേ? പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ് തോളിലേക്ക് തല ചായ്ച്ച് മരണത്തിന് വിട്ടുകൊടുത്തപ്പോ അന്നെല്ലാം തീർന്നെന്ന് പറഞ്ഞ് എന്നെ ഒതുക്കിയിട്ട് നീ കണ്ടതല്ലേ? അതുപോലെയാ നിന്നെ ഇന്ന് ഒതുക്കിയിട്ടിരിക്കുന്നേ. എടാ, അവിടുന്ന് ഞാൻ വന്നെങ്കിൽ
Jesus, 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 power of Jesus. യേശുവിന്റെ നാമത്തിൽ ജയം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നീ ഞാനും ഇന്ന് അനുഭവിക്കുന്ന ഇതേ ശോധനകളിലൂടെയല്ല അപ്പോസ്തലന്മാര് കടന്നുപോയി കേട്ടോ. സകലവും നിവൃത്തിയായി എന്ന് ഉറക്കെ പ്രസംഗിച്ച് നടന്നവനെ കാരാഗ്രഹത്തെ കയ്യാമത്തിലിട്ട് പൂട്ടിയിട്ടിട്ട് കള്ള പിശാചി ചോദിച്ചു, ഇപ്പൊ എങ്ങനെയായി? ഇപ്പൊ എങ്ങനെയായി? എവിടെ പോയടാ നിന്റെ തെറ്റലസ്കായി? എവിടെയും പോകത്തില്ലടാ. 5 മിനിറ്റ് ഭൂകമ്പം ഉണ്ടാക്കി പുറത്തെടുക്കും, അടിത്തറ ഇളക്കി പുറത്തെടുക്കും. യേശുവിന്റെ നാമം ജയമേ. ഹല്ലേലൂയ. ഇതേ ചോദ്യം നിന്നോട് എന്നോട് 10,000 വട്ടം സാത്താൻ ചോദിച്ചിട്ടുണ്ടാകാം. ഇവിടെ ഇരുന്ന് ഏതൊക്കെയോ അമ്മമാര് 3 ദിവസങ്ങളിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. എല്ലാം കേട്ടപ്പോ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. തിരിച്ചു വീട്ടിൽ ചെന്നപ്പോ ഇതാ മോളുടെ വിഷയം പെൻഡിങ് ആയി കിടക്കുന്നു, മോന്റെ വിഷയം കെട്ടപ്പെട്ട് കിടക്കുന്നു, കിട്ടിയതും പോയെന്ന് പറയുന്നു. ഇവിടെ നീ അവിശ്വസിച്ചാൽ നഷ്ടപ്പെടുന്നത് നിനക്കാണ്. ഇവിടെ പിടിച്ചു നിന്നാൽ കിട്ടുന്നത് നിവൃത്തിയായതാ. 2 പദം ഞാൻ ആവർത്തിക്കാം. ഈ പരിശോധനയിൽ പിടിച്ചു നിന്നാൽ ഇത് ദൈവ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളാണ്. സ്ട്രോങ് ഹോൾഡ്സ് which is against the knowledge of God. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളായത്. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന സത്യത്തെ പ്രായോഗിക യാഥാർത്ഥ്യങ്ങളെ കാണിച്ചിട്ട് സാത്താൻ അതല്ലെന്ന് പറയും. അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ നടന്നിട്ടുണ്ട്, പിന്നെ എന്നാ ഇതുവരെ അത് നടക്കാത്തെ? ഇതുവരെ ഇത് നടക്കാത്തെ? എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ ഞാൻ വിശ്വസിക്കാം. പക്ഷെങ്കില് ചെയ്തു കഴിഞ്ഞ ഒന്ന് കാണട്ടെ. നിന്റെ വാട്ടിന് ഇത് കാണാത്ത കാര്യത്തിന്റെ വിശ്വാസം. ഇത് കണ്ടേച്ച് കൈയടിക്കുന്ന പരിപാടിയല്ല. ഇത് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. നിന്റെ പത്മോസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന നിന്റെ അവിശ്വാസം കൊണ്ട് നിമിത്തമാണ്. ഹല്ലേലൂയ. 1ഉം 2ഉം പ്രാവശ്യമൊക്കെ കഴുകന്മാര് വരുമ്പം തെറ്റലസ്കായി ഒക്കെ പറഞ്ഞ് തിരിച്ചോടിക്കും. 3ഉം 4ഉം പ്രാവശ്യം കഴുകന്മാര് വരുമ്പോഴും തെറ്റലസ്കായി ഒക്കെ പറഞ്ഞ് തിരിച്ചോടിക്കും. പക്ഷേ 10ാമത്തെ പ്രാവശ്യം കഴുകം വരുമ്പോ തെറ്റലസ്കായി എന്നുള്ളത് നേരെ തിരിച്ചുവിടും. ഞാൻ അങ്ങ് ഈ ഉപദേശത്ത് നിൽക്കുന്നില്ല, ഇത് വലിയ ബുദ്ധിമുട്ടാ. പിന്നെ കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആ വിഷയം എന്നാ, ഈ വിഷയം എന്നാ? 10 അല്ല 10,000 പ്രാവശ്യം കഴുകം വന്നാലും കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നതാ സത്യം, എന്നതാ സത്യം, എന്നതാ വിഷയം. എന്റെ ഭാര്യ പ്രസവിച്ചാലും ഇല്ലേലും, നിന്റെ അമ്മായിമ്മയുടെ രോഗസൗഖ്യം ആയാലും ഇല്ലേലും, എന്റെ മുട്ടും നിവർന്നു വന്നാലും ഇല്ലേലും, എന്റെ കാലും നിവർന്നു വന്നാലും ഇല്ലേലും, ഈ കിടക്കുന്ന മരിച്ചവൻ ഉയർത്താലും ഇല്ലേലും, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത് കാണും വരെ ഞാൻ വിശ്വസിക്കും. അത് കണ്ടിട്ട് അടങ്ങുള്ളൂ. അത് കാണും വരെ ഞാൻ വിശ്വസിക്കും. ഇടയ്ക്കിടയ്ക്ക് പല്ലിളിച്ച് ചോദിച്ചേക്കാം, എങ്ങനെയായി, ഇങ്ങനെയായി, അങ്ങനെയായോ? അവന്റെ ആൾക്കാരെ വിട്ട് ചോദിക്കും, ഇതുവരെ ഒന്നും ആയില്ലായോ? മുറിപ്പെടുത്തുന്ന ആശ്വാസപ്രദരെ വിട്ട് ചോദിക്കും, അയ്യോ കഷ്ടമുണ്ട് കേട്ടോ, ഇതുവരെ ഒന്നും ആയില്ലായോ? അവരോട് തിരിച്ചു പറ, എന്നേ ആയിപ്പോയി, എന്നേ ആയിപ്പോയി. ഇതുവരെ ആയില്ലായോ എന്നല്ല, എന്നേ ആയിപ്പോയി എന്നാ. കുഞ്ഞിന്റെ കാര്യം എങ്ങനെയാ? വീടിന്റെ കാര്യം എങ്ങനെയാ? എല്ലാം യേശു ചെയ്തു കഴിഞ്ഞു. വീടിന്റെ കാര്യം എങ്ങനെയാ?
ജോലിയുടെ കാര്യം എങ്ങനെയാ? മക്കളുടെ കല്യാണം എങ്ങനെയാ? പുതിയ ടെന്റ് എങ്ങനെയാ? ചങ്ങനാശ്ശേരിയിൽ പുതിയ ടെന്റ്, ബൈപ്പാസ് റോഡിൽ പുതിയ ടെന്റ്. എല്ലാം യേശു ചെയ്ത് കഴിഞ്ഞു. എല്ലാം യേശു ചെയ്ത് കഴിഞ്ഞു. ഓ സ്തോത്രം. നിവർത്തിയായി. പറഞ്ഞു നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവർത്തിയായി. യോഹന്നാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവ് പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഒരാഴ്ചത്തേക്ക് ജീവിച്ചിരിക്കുന്നു. ഹലോ ഹലോ. എന്നേക്കും പറഞ്ഞ ആ പദം പറ. ഞാൻ അവിടെ ജീവിക്കുന്നു, നീ ഇവിടെ ജീവിക്കുന്നു. എല്ലാം ചെയ്തു കഴിഞ്ഞ ഞാൻ നിനക്ക് വേണ്ടി അവിടെ ജീവിക്കുന്നു. അതറിഞ്ഞോണ്ട് നീ ഇവിടെ ജീവിക്കുന്നു. യോഹന്നാനെ, നീ ബന്ധിക്കപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്ത് അവനെ പൂട്ടിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇനി പിശാചിന്റെ പേര് പറയണ്ട, എന്റെ പേര് പറഞ്ഞാൽ മതി. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ അഴിച്ചാ മതി, മേളിൽ അഴിച്ചോളാം. നീ ഇവിടെ പൂട്ടിയാ മതി, മേളിൽ പൂട്ടിക്കോളാം. താക്കോൽ എന്റെ കയ്യിലാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ ഇതാ ദൈവപുത്രൻ പ്രത്യക്ഷനായിട്ട് പറയുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും ഓ ജീസസ് ഹല്ലേലൂയ. മരണത്തിന്റെയും പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലുണ്ട്. അല്ല, എന്റെ കയ്യിലുണ്ട്. പിശാചിന്റെ കയ്യിലല്ല, എന്റെ കയ്യിലാ ഉണ്ടേ. അപ്പൊ ആരാ പൂട്ടണ്ടേ? ആരാ അടയ്ക്കണ്ടേ? ആരാ തുറക്കണ്ടേ? നീയാ അടയ്ക്കണ്ടേ, നീയാ തുറക്കണ്ടേ. അധികാരി നീയാ, അവകാശം നീയാ. നീ പറഞ്ഞാൽ അഴിയും. നീ ദൈവശക്തി അടിക്കുന്നു കേട്ടോ. ദൈവശക്തി അടിക്കും. പരിശുദ്ധാത്മാവ് അടിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവശക്തി ഭയങ്കരമായിട്ട് തൊട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി, ഈ പകൽ ചിലർ അഴിച്ചുകൊണ്ടിരിക്കുക, ചിലർ അഴിച്ചുകൊണ്ടിരിക്കുക, ചിലർ അഴിച്ചുകൊണ്ടിരിക്കുക, ചിലർ അഴിച്ചുകൊണ്ടിരിക്കുക, ചിലർ അഴിച്ചുകൊണ്ടിരിക്കുക, ചിലർ കെട്ടിക്കൊണ്ടിരിക്കുക. യെസ് 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 യെസ്. താക്കോലുള്ള വന്നിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തെറ്റലസ്കായി എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് കർത്താവ് പറഞ്ഞിട്ട് ആ യേശു എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? കൈ കെട്ടിയിട്ടല്ല, നിവർത്തിയായതിന്റെ മുഴുവൻ താക്കോലുമായിട്ടാ. എടാ, പുനരുത്ഥാനം ചെയ്തവൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് പൂട്ടപ്പെട്ടവനായിട്ടല്ല, താക്കോലുമായിട്ടാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഓ, നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോ ആ കയ്യിൽ ആണിയായിരുന്നു. നിവർത്തിയായിട്ടും വെളിപ്പെട്ടപ്പോ ആ കൈ താക്കോല. നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോ ആ കയ്യിൽ ആണിയായിരുന്നു. നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോ ആ കയ്യിൽ ആണിയായിരുന്നു. അന്നേരം എല്ലാരും ചോദിച്ചു, എവിടെ നിവർത്തിയായി? ഏത് കൈ കൊണ്ടായി ചെയ്തേ? ചെയ്യേണ്ട കൈ അത് ആണി അടിച്ചവർത്താൻ. മിണ്ടരുതൊരു വാക്ക്. ഇനി നീ അവനെ കാണാൻ പോവാ. അന്ന് ആ കയ്യിൽ ആണി കാണത്തില്ല, അന്ന് ആ കയ്യെ താക്കോല് കാണും. ഓ, മരണത്തിന്റെയും 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 പാതാളത്തിന്റെയും താക്കോൽ കൂട്ടവുമായി ഞാനിതാ വന്നിരിക്കുന്നു. ഈ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞാൻ ഇനി മരിക്കയില്ല. ഇനി മരണത്തിന് എന്നെ തൊടാൻ പറ്റുകയില്ല. ഇനി അടച്ചിട്ട വാതിൽ അടച്ചിരിക്കുമ്പോൾ തന്നെ നിവർത്തിയായി എന്നറിയിക്കാൻ ഞാൻ അകത്ത് പ്രത്യക്ഷപ്പെടും. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു വെളിപ്പാട് തുറക്കാൻ പോകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോസ്തലന്മാരോട് കൂടെ കർത്താവിന്റെ കൈ പൊളിവാണേ, കണ്ടോളെ. അപ്പോസ്തലന്മാരോട് കൂടെ കർത്താവിന്റെ കൈ ഇരുന്നത് കൊണ്ട്
അവരോട് എതിർത്ത് സംസാരിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അവര് പുറപ്പെട്ടപ്പം കർത്താവിന്റെ കൈ, ചെയ്ത് കഴിഞ്ഞവന്റെ കൈ, അവര് പോയപ്പോ അവരുടെ കൂടെ ചലിക്കാൻ തുടങ്ങി. അവര് നോക്കിയപ്പോ, അവര് കരമടിച്ചപ്പോ കർത്താവിന്റെ കൈ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, സാത്താൻ സിംഹാസനം ഇട്ടിടത്താ നീ പാർക്കുന്നേ, പക്ഷെ നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നോണ്ട്. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ജീസസ് ഫിനിഷ്ഡ് വർക്ക് വിശ്വസിക്കുന്നെങ്കിൽ സാത്താന്റെ കൂട്ടിപ്പോയി നിനക്ക് താമസിക്കാം. വരുത്തുപോക്കുള്ളിടത്ത് നീ സ്ഥലം മേടിക്കുമ്പോ അത് ഇരുത്തുപോക്കാവും. താമസം പിന്നെ അത് കിടത്തുപോക്കാവും. പിന്നെ നീ രാത്രി തന്നെ ഉള്ളപ്പോൾ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കാൻ നിനക്ക് കൂട്ടായിട്ട് അത് വരും. അവസാനം നിന്റെ മുമ്പിൽ മുട്ടുകുത്തിട്ട് പറയൂ, ഒരു രക്ഷയില്ല, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി വിശ്വസിക്കുന്നവനെ തൊടാൻ വയ്യ, തൊടാൻ വയ്യ, അവന്റെ അടുക്ക പോലും എനിക്ക്. യേശുവേ, കർത്താവിനോട് ഇപ്പൊ പറയുന്ന പദം ഞാൻ നിങ്ങളോടൊന്ന് വിളിച്ചു പറയട്ടെ. ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കാണുന്നവരെ, ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഉണർവ് നിങ്ങളുടെ ഇടയിലോട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്നിവിടെ സംസാരിക്കപ്പെടുന്ന ഓരോ ദൈവത്തിന്റെ വചനവും ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതായി നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ്, തൃതീയ മണ്ഡലങ്ങളെ വിഭജിച്ച് അതിനകത്ത് വേണ്ട അത്ഭുതങ്ങളെ ചെയ്യേണ്ടതിന് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ഉണർവ് സഭയല്ല, ഉണർവ്. ഈ ഉണർവ് ലോകരാജ്യങ്ങളിലേക്ക് കത്തിപ്പടരുന്നതിന്റെ ഒന്നാം ബിഗിനിങ് ആണ്. ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്ന അനേക കുടുംബങ്ങളിലേക്ക് അവന്റെ അത്ഭുതത്തിന്റെ കരം ഇപ്പോൾ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. യേശു എന്നോട് പറയുന്നു, ഞാൻ സകലവും ചെയ്തു കഴിഞ്ഞു എന്ന സത്യം പറയാൻ എനിക്കിവിടെ ഒരു സഭയെ വേണം, എനിക്കൊരു കൂട്ടം ചെറുപ്പക്കാരെ വേണം. ഇത് ലോകത്തെ അറിയിപ്പാനുള്ള എന്റെ എൻഡ് ടൈം മെസ്സേജ് ആണ്. ഇത് അന്ത്യകാല സന്ദേശമാണ്. ഒരു ആംബുലൻസ് ലൈറ്റ് ഇട്ട് പോകുന്നതിലും വേഗതയിൽ ഇത് ലോകം മുഴുവൻ എത്തിച്ചേ പറ്റുകയുള്ളൂ. കർത്താവ് ചെയ്ത് കഴിഞ്ഞത് അറിയാതെ ചെയ്ത് നീതീകരിക്കപ്പെടുന്നവരല്ല യേശുവിനെ പിന്നെ ക്രൂശിച്ചോണ്ടിരിക്കുന്നു. എനിക്കിനി ക്രൂശിക്കപ്പെടാൻ താല്പര്യമില്ല. ഈ സത്യം വേഗത്തിൽ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുക. അതിനുവേണ്ടി ടെക്നോളജികൾ എഴുന്നേൽക്കട്ടെ, അതിനുവേണ്ടി സർവൈവറുകൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനുവേണ്ടി വിസകൾ സ്റ്റാമ്പ് ചെയ്യപ്പെടട്ടെ, അതിനുവേണ്ടി ഇമിഗ്രേഷൻ സെന്ററുകൾ ഓപ്പൺ ആകട്ടെ, അതിനുവേണ്ടി ഇന്ന് രാത്രി ലോകരാജ്യങ്ങളിൽ നിന്ന് കോളുകൾ വരട്ടെ. സമന ഹതനികതല 24 മണിക്കൂറും ഇത് പറയുന്ന ഒരു ചാനൽ കേരളത്തിൽ റിലീസാകട്ടെ. അന്തർദേശീയ തലത്തിൽ ഇത് ലോകം മുഴുവൻ കേൾക്കുന്ന ടെലിവിഷൻ ചാനൽ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു സ്വീകരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നിവിടെ ഞാൻ പറയുന്ന ഈ പൊട്ടത്തരത്തിനൊക്കെ ആമേ പറഞ്ഞോ കേട്ടോ. നിങ്ങളിത് കാണും, നിങ്ങളിത് കാണും. ഇന്ന് വെബ്കാസ്റ്റിംഗ് നടക്കുന്നു, നാളെ ടെലികാസ്റ്റ് നടക്കും. ഞാൻ വിശ്വസിക്കുന്നു പൂർത്തീകരണ പ്രവൃത്തി വെളിപ്പെടുത്തപ്പെട്ട ഒരൊറ്റ സഭ കേരളത്തിലില്ല.
4 മണിക്കൂർ എൻകൗണ്ടർ ഉണ്ടായി. ഈ വിഷയം കർത്താവിനോട് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കർത്താവിനെ കാണിക്കുക, സ്വർഗത്തിലെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, ഭൂമിയിലെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് കർത്താവ് റിലീജിയസ് പാറ്റേൺ എന്നെ കാണിക്കുക. ഇതറിയാതെ ഒരു കൂട്ടർ നിലത്ത് കിടന്ന് ഉരുളുന്നു, ഒരു കൂട്ടർ ഗരുഡ് തൂക്കുന്നു, ഒരു കൂട്ടർ ശൂലം കുത്തുന്നു, ഒരു കൂട്ടർ നാവിൽ കർപ്പൂരം കത്തിക്കുന്നു, ഒരു കൂട്ടർ കയ്യിൽ കർപ്പൂരം കത്തിക്കുന്നു. ഇതെല്ലാം ചെയ്തതറിയാതെ ഭാരതത്തിലെ മതങ്ങൾ പിന്നെയും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ഒരു കൂട്ടർ ആത്മീയർ പറയുന്നു അത് ചെയ്താലേ വിടുതലുള്ളൂ, വെള്ളഷർട്ടിട്ടില്ലെങ്കിൽ നീതീകരിക്കപ്പെടത്തില്ല, മീശ വടിച്ചില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല, കമ്മലുമാല ഊരിയില്ലെങ്കിൽ രക്ഷയില്ല, സ്വർഗത്തിൽ പോകത്തില്ല. അത് ഒരു ഭാഗത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു പ്രവൃത്തിയാൽ അല്ല നീതീകരണം, വിശ്വാസത്താലാന്ന് എനിക്ക് ലോകത്തെ അറിയിക്കണം. അന്നൊരു മാർട്ടിൻ ലൂതർ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന സന്ദേശവുമായി കാലഘട്ടത്തിൽ റിഫോർമേഷന് വേണ്ടി എഴുന്നേറ്റെങ്കിൽ ഇന്നും അത് എഴുന്നേക്കാൻ പോവാ. കർമ്മമാർഗേനെ അല്ല മോക്ഷ എന്നുള്ളത് ലോകത്തിൽ ദൈവം തെളിയിക്കാൻ പോവാ. ഹല്ലേലൂയ. കർമ്മം ചെയ്യുന്നതുകൊണ്ടല്ല മോക്ഷം എന്നുള്ളത് കർത്താവ് തെളിയിക്കാൻ പോവാ. നിങ്ങളുടെ കിണറ്റിൽ കിടക്കുന്ന വെള്ളവും അപ്പുറത്ത് കുളത്തിലുള്ള വെള്ളവും അങ്ങ് പുഴയിലൊടുക്കുന്ന വെള്ളവും ഒരേ വെള്ളമാണ്. ആ വെള്ളത്തിൽ പോയി കുളിച്ച പാപം തീരത്തില്ല, ഈ വെള്ളത്തിൽ പോയി കുളിച്ച പാപമോചനം കിട്ടത്തില്ല. അപ്പുറത്തെ വെള്ളത്തിൽ പോയി കുളിച്ച പാമ്പിനെ കാണാതെ ഇരിക്കത്തില്ല. സമ്പൂർണ്ണ വിടുതൽ യേശു ക്രിസ്തുവിലൂടെ മാത്രം. മറ്റ് ഒരുത്തനിലും രക്ഷയില്ല. അതൊരു കുതിരപ്പുറത്തിരുന്ന് കമ്പിനം പിടിച്ചോണ്ടിരുന്നാലും രക്ഷയില്ല, ചില്ലുകൂട്ടിൽ ഇട്ടു വച്ചാലും രക്ഷയില്ല, വേറെ ഒരുത്തനിലും രക്ഷയില്ല, ഒരു പുണ്യവാളനും രക്ഷയില്ല. യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരൊറ്റ പുണ്യവാളം പൂർത്തീകരിച്ചില്ല പ്രിയനെ. കുതിരപ്പുറത്ത് ഇരുന്ന് അങ്ങേര് മുതലേ കുത്തിയിട്ട് എനിക്ക് 1 രൂപയുടെ ഗുണം ഉണ്ടായിട്ടില്ല. കുതിരപ്പുറത്ത് ഇരുന്ന് അങ്ങേര് മുതലേ കുത്തിയിട്ട് എനിക്ക് 1 രൂപയുടെ ഗുണം ഉണ്ടായിട്ടില്ല. ഒടുക്കത്തെ വൈരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ യേശു നീക്കിയപ്പോ എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് എനിക്ക് സാധ്യമായി കഴിഞ്ഞു. എനിക്ക് സാധ്യമായി കഴിഞ്ഞു. ഇന്ന് രാത്രി 50 രൂപയുടെ തിരികെത്തിക്കാൻ എന്നെ കിട്ടുകയില്ല. കറണ്ട് പോകുമ്പോ വേണം വീട്ടിൽ തിരികെത്തിക്കാൻ. സത്യ സുവിശേഷം ലോകം അറിയട്ടെ, ഇത് തിരികെത്തിച്ച് കിട്ടിയതല്ല. ആമേൻ. ഇത് ഉരുണ്ട് പുറം പൊട്ടി കിട്ടിയതല്ല. സെൻബർഗ് ദേവാലയത്തിന്റെ 82 പടികൾ ലോഹയിട്ട കത്തോലിക്ക സഭയിലെ അച്ഛൻ കേറി, പേര് മാർട്ടിൻ. വായിച്ചു നോക്ക സഭാചരിത്രത്തിന്റെ ഏടുകൾ. മാർട്ടിൻ ലൂതറെ ദേവാലയത്തിന്റെ പടികൾ നഗ്നവാദനായി നീന്തി കയറുക, ലോഹയിട്ട് മുട്ടുപൊട്ടി ചോര ഒലിച്ചു, കൈയൊന്ന് ചോര എടുത്തിട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ചോര കണ്ട് പ്രസാദിക്കുന്ന ദൈവമാണോ നീ? മേളിൽ നിന്ന് അശരീരി കേട്ടു, എന്റെ നീതിമാൻ വിശ്വാസത്താലാ ജീവിക്കുന്നത്. ചോര കണ്ട് പ്രസാദിക്കുന്ന അവിടെ ഇരിക്കുന്നതാ, ഞാൻ ഇത് കണ്ടിട്ടല്ല, ഞാൻ നിന്റെ ഉള്ളം കണ്ടിട്ടാ പ്രസാദിക്കുന്നത്. ഇന്ന് രാത്രി മതം നിന്നോട് പറയും ചെയ്യണം. യേശു നിന്നോട് പറയും ഞാൻ ചെയ്തത് വിശ്വസിച്ചാൽ മതി, രക്ഷപ്പെടാം. സൗകര്യം ഉണ്ടെ കരം അടിച്ചാൽ മതി, ഇഷ്ടമുണ്ടെ രാമൻ പറഞ്ഞാൽ മതി. ഇത് സത്യവാ. ഇതിന്റെ പേരിൽ ആരേലും എന്നെ മൂക്കി കയറ്റി വലിക്കും എന്ന് പറഞ്ഞാൽ മൂക്കി കൂടെ വലിച്ച് ചെവി കൂടെ എടുത്ത് വെക്കുമ്പോഴും ഞാനിത് പറയും. കാരണം ഇത് സത്യവാ. ഇത് പറയാൻ ഞാൻ ഒരുത്തരെയും ഭയക്കുന്നില്ല. ആമേൻ. നിങ്ങളെ ആരും പറ്റിക്കരുത്. മാല ഊരാത്തോണ്ടാ മോന്റെ വിഷയത്തിൽ വിടുതൽ നടക്കുന്നത് പറഞ്ഞാൽ അവള് ഭൂലോക കള്ളി, അവളെ വീട്ടിൽ കയറ്റരുത്. കർത്താവ് അത് പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാരത് പറഞ്ഞിട്ടില്ല. ആമേൻ. ഇത് നീ എന്തോ കാട്ടിക്കൂട്ടി കിട്ടിയതല്ല പ്രിയനെ, ഇത് യേശു കാൽവരി ക്രൂശിൽ ചെയ്തുകൊണ്ട് കിട്ടിയതാ. വിശ്വസിക്കാൻ ആളുണ്ട്? ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഓ സ്തോത്രം കർത്താവേ. ഓരോ തവണ ഞാൻ പ്രവൃത്തി ചെയ്യുമ്പോഴും ഫലമായ പ്രവൃത്തിയല്ല, ശ്രമമായ പ്രവൃത്തി ചെയ്യുമ്പോ, ഫലമായ പ്രവൃത്തി വേറെ, ശ്രമമായ പ്രവൃത്തി വേറെ. ശ്രമമായ പ്രവൃത്തി എന്നിൽ നിന്ന് ആരംഭിച്ച് എന്നിൽ തീരുന്നതാ. ഫലമായ പ്രവൃത്തി അവന്റെ വിത്തിനാൽ എന്നിൽ താനെ ഉണ്ടാകുന്നതാ. രണ്ട് പദം എന്ന് പറഞ്ഞേ, ശ്രമമായ പ്രവൃത്തി, ഫലമായ പ്രവൃത്തി.
ശ്രമമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കൈ കൊണ്ട് ഫ്രൂട്ട്സ് ഉണ്ടാക്കുക. ഓറഞ്ചിന്റെ ആദ്യ അല്ലി അടുക്കി, രണ്ടാമത്തെ അല്ലി അടുക്കി, മൂന്നാമത്തെ അല്ലി ഒടുക്കി, അടുക്കി ഒടുക്കി അടുക്കി 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 ഞാൻ ഓറഞ്ച് ഉണ്ടാക്കുക. എന്നിട്ട് എല്ലാവരും കാണിക്കുക, ഇത് കണ്ടോ, എന്നിലുണ്ടായ ഓറഞ്ച് കണ്ടോ? തട്ടിപ്പ. ഇതുണ്ടായ ഓറഞ്ച് അല്ല, ഉണ്ടാക്കിയ ഓറഞ്ചാ. അത് ചീഞ്ഞു പോവും. അത് കെട്ടി തൂക്കി ഇട്ടിട്ട് ഉണ്ടെന്ന് പറയാനേ ഒക്കത്തുള്ളൂ. അതല്ല സത്യം. കാറ്റടിക്കുമ്പോൾ താഴെ വീഴും. യഥാർത്ഥ ഓറഞ്ച് നീ ഉണ്ടാക്കേണ്ടതല്ല, താനെ ഉണ്ടാകേണ്ടതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെല്ലാം ചെയ്തു കഴിഞ്ഞു. പറഞ്ഞേ, ശ്രമമായ പ്രവൃത്തി അവസാനിച്ചിട്ട് ഫലമായ പ്രവൃത്തി ആരംഭിക്കട്ടെ. ആമേൻ, ആമേൻ. ഞാനിന്ന് ദാനധർമ്മം ചെയ്യുന്നുണ്ട്, രക്ഷപ്പെടാൻ വേണ്ടിയല്ല, രക്ഷപ്പെട്ടോണ്ടാ. എത്ര പേർക്ക് മനസ്സിലായി? പാവങ്ങൾക്ക് 10 രൂപ കൊടുക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയല്ല, രക്ഷപ്പെട്ടോണ്ടാ. ഉപവസിച്ച് 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 രക്ഷപ്പെടുകയല്ല, രക്ഷപ്പെട്ടോണ്ട് ഉപവസിക്കുക. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. പ്രാർത്ഥിച്ചു നോക്കി രക്ഷപ്പെടുകയല്ല, രക്ഷപ്പെട്ടോണ്ട് പ്രാർത്ഥിക്കുക. എത്ര പേർക്ക് മനസ്സിലാകും? കാലെടുത്ത് തലേ വെച്ച് നോക്കിക്കേ, തലയെടുത്ത് കാലേ വെച്ച് നോക്കിക്കേ. ഇതുപോലെയാണ് പ്രവൃത്തി. കാലെടുത്ത് തലേ വെച്ചിട്ട് നിങ്ങൾ പറയാം, എന്നെ നടക്കാത്തെ. കാലെടുത്ത് തലേ വെച്ചിട്ട് പറയാം, എന്നെ നടക്കാത്തെ. തലയെടുത്ത് കാലേ വെച്ചിട്ട് ചോദിക്കാം, എന്നെ നടക്കാത്തെ. അയ്യോ എന്റെ പൊന്നച്ച, നടക്കണേ കാല് താഴെ വരണം. പ്രവൃത്തിയല്ല മുമ്പിൽ പോകേണ്ടത്, വിശ്വാസം മുമ്പിൽ പോകണ്ടേ. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അതാ യാക്കോബ് പറയുന്നത്, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ചത്തതാ. വിശ്വാസത്തിനാ പ്രവൃത്തി. ഹലോ, ഹലോ. കൃപയാൽ നിങ്ങൾ പ്രവൃത്തി മൂലം രക്ഷിക്കപ്പെട്ടു എന്നല്ല, കൃപയാൽ നിങ്ങൾ വിശ്വാസം. പൗലോസ് ചോദിക്കുക, എന്തിനാൽ നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടി? കർമ്മമാർഗത്തിലോ വിശ്വാസത്താലോ? 2 കാര്യം ചോദിക്കുക. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? ഹലോ, ഒന്ന് മിണ്ടിക്കാമേ. 2 കാര്യം പൗലോസ് ചോദിക്കുക. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ നിങ്ങൾ വീര്യപ്രവൃത്തികൾ പ്രാപിച്ചത്, അത് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ് എങ്കിൽ വിശ്വാസത്താൽ നീതീകരണമെന്ന് വിശ്വസിക്കുക. ഒന്നും ചെയ്തിട്ടല്ല, യേശുവിൽ വിശ്വസിച്ചിട്ടാ. എന്നോട് പിണങ്ങേണ്ട ഒരു പോക്ക് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ഒരു പോക്കോ, ബൈ ബൈ, സീ യു. പക്ഷെ സത്യം ഇതാ, ഇത് പറയാതെ വഞ്ചിപ്പാൻ എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല പ്രിയരെ. കർത്താവെല്ലാം ചെയ്തു കഴിഞ്ഞു. കാൽവരി ക്രൂശിൽ നടന്നത് ഒരിക്കലായിട്ട് ഒരാഴ്ചത്തേക്കുള്ള യാഗമല്ല, എന്നേക്കുമായുള്ള യാഗം. വൺസ് ഫോർ ഓൾ. ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. ഇനി നീ പാപം ചെയ്യും തോറും ഒരിക്കൽ കൂടെ യേശുവിനെ ക്രൂശിച്ചോണ്ടിരിക്കുക നീ ചെയ്യുന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു. ഫിനിഷ്ഡ് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുക, എന്നെ ഒന്ന് കാണിക്കാൻ. സകലവും നിവൃത്തിയായി എന്ന് കാൽവരി ക്രൂശിൽ കർത്താവ് പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ യോഹന്നാൻ യേശുവിനെ കണ്ടിട്ടില്ല. ഉയർത്തെഴുന്നതിന് ശേഷം 40-ലധികം ദിവസം 500-ലധികം പേർക്ക് ശിഷ്യന്മാർക്ക് പലവട്ടം യേശു പ്രത്യക്ഷനായപ്പോഴെല്ലാം മുറിഞ്ഞ കൈയും മുറിഞ്ഞ കാലും കുത്തിത്തുളച്ച വിലാപ്പുറവും എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ തോമസേ, തോമസേ കൈയിട്ട് നോക്ക്, നോക്ക്. ഇതൊക്കെയാണ് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ കർത്താവ് ഇതുപോലെ യോഹന്നാന്റെ മുമ്പിൽ ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുക, ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാ ഇപ്പൊ കണ്ടോ, ഇപ്പൊ കണ്ടോ. 7 നക്ഷത്രം എന്റെ കയ്യിലുണ്ട്. ഓ സ്തോത്രം. എന്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. 7 നക്ഷത്രം ഞാൻ വലം കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഞാൻ നിലവിളക്കിടെ നടുവിലൂടെ നടക്കുന്നു. ഇവിടെ നിലവിളക്ക്, ഇവിടുത്തെ നിലവിളക്കല്ല കേട്ടോ. അക്ഷരാർത്ഥത്തിൽ ചെമ്പ് കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഉണ്ടാക്കി വെച്ചൊരു നിലവിളക്കല്ല ഇവിടുത്തെ വിഷയം. ഓട്ട് നിലവിളക്കല്ല. ഇവിടുത്തെ നിലവിളക്ക് പ്രതിദാനം ചെയ്യുന്ന സഭയെയാണ്. ഇവിടുത്തെ നക്ഷത്രം പ്രതിദാനം ചെയ്യുന്ന സഭയുടെ ശുശ്രൂഷകനെയാണ്. നിലവിളക്കിന്റെ നടുവിൽ ഞാൻ നടക്കുന്നു. അർത്ഥം എന്നാ? സഭയുടെ നടുവിൽ ഞാനുണ്ട്. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ നടുവിലുണ്ട്. പുറകിലും അല്ല മുമ്പിലും അല്ല, നടുവിലാ. ഞാനിതിന്റെ നടുവിലുണ്ട്. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞാനിതിന്റെ നടുവിലുണ്ട്. 2-3 പേർ എന്റെ നാമത്തെ കുടിക്കോ, നടുവിൽ ഞാനുണ്ട്. നടുവിൽ ഞാനുണ്ട്. നടുവിൽ നിന്ന് അതിന്റെ അർത്ഥം എന്നാ? 3 പേര് കുടുംബം നടുവിൽ നിന്ന് അതിന്റെ അർത്ഥം എന്നാ? 3 പേർക്ക് ഒരുപോലെ തൊടാം. 3 പേർക്ക് ഒരുപോലെ. ആർക്കും കൂടുതലും ഇല്ല, ആർക്കും കുറവുമില്ല. നടുവിൽ ഞാനുണ്ട്. ഇനി ദൈവദാസന്മാരെ, നിങ്ങൾ എന്റെ കയ്യിലാ. ഒരു പ്രിവിലേജാ കേട്ടോ. വല്ലവരും ഒക്കെ ഭീഷണിപ്പെടുത്തും. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞു, കാണിച്ചു തരാടാ, ഒതുക്കിക്കളയും. കർത്താവിന്റെ കയ്യിലുള്ളതിനെ തന്റെ ഇടം കൊണ്ട് ഒതുക്കട.
ചങ്ങനാശ്ശേരി അല്ല, കേരളമല്ല, ഇന്ത്യ അല്ല, ലോകം അടക്കി ഭരിപ്പിക്കുന്ന സാക്ഷാൽ ലൂസിഫറിനെ വെല്ലുവിളിക്കുക ഇന്ന് രാത്രി. ധൈര്യമുണ്ട്, യേശുവിന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണത്തെ എടുത്തിട്ട് ഒതുക്കടാ നീ. സഭയുടെ നടുവിൽ അവൻ നടക്കുന്നെങ്കിൽ അവന്റെ കയ്യിൽ ആ നക്ഷത്രം ഇരിക്കുന്നത്. 7 നക്ഷത്രം പിടിച്ച്, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് സഭയുടെ നിലവിളക്കിടെ നടുവിൽ നടന്നുകൊണ്ട് യേശു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു. സകലവും ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ ഇഷ്ടമില്ല. നിങ്ങൾ കുടുംബം, ഞാൻ നിങ്ങളുടെ നടുവില്ല. എനിക്കിനി ഇവിടെ തെളിയിക്കണം. ചങ്ങനാശ്ശേരിയിലെ ആൾക്കാർ കൂടുമ്പം കർത്താവ് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയോ? ഇത് തെളിയിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനാ? ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞു എന്ന് തെളിയിക്കാൻ. ചെയ്ത് കഴിഞ്ഞതിന്റെ മുഴുവൻ താക്കോലുമായിട്ട് കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തുറക്കാൻ പ്രാർത്ഥിക്കേണ്ട, തുറന്നാ മതി. ഇന്ന് രാത്രി അടയ്ക്കാൻ പ്രാർത്ഥിക്കേണ്ട, അടച്ചാ മതി. നീ അടച്ചാൽ അടയ്ക്കപ്പെടും, നീ തുറന്നാ തുറക്കപ്പെടും. ഓ, വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞു. കരമടിച്ച് ചില മിനിറ്റുകൾ യേശുവിന് മഹത്വം കൊടുത്തു. ശരീരങ്ങളെ, ഈ സത്യത്തെ സ്വീകരിക്കുക. ഈ സത്യത്തെ സ്വീകരിക്കുക. നസ്രേനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ഒരുക്കുന്നെങ്കിൽ ഈ അത്ഭുതങ്ങൾ നിങ്ങളുടെ മേൽ വന്ന് വ്യാപരിക്കാൻ പോകുകയാണ്. തയ്യാറാവുക. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. പറഞ്ഞാട്ടെ, വച്ചത്തിൽ പറ, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. താക്കോലുമായിട്ട് വന്നിരിക്കുക. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തുറക്കാൻ. ആ തുറക്കലിന്റെ കാര്യം അടുത്ത വാക്കിൽ യേശു പറഞ്ഞു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കും. പറഞ്ഞേ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കും. കർത്താവ് വല്ലതും തുറന്നാൽ അങ്ങനെയാ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കും. ആമേൻ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്നാ? തുറന്നു കഴിഞ്ഞ് ഞാൻ അറ്റസ്റ്റ് ചെയ്യും, ഞാനാ തുറന്നേന്ന്. തുറന്നതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇങ്ങനെ ഞാൻ പറയാം, കർത്താവ് തുറന്നു കഴിഞ്ഞാൽ കർത്താവ് അറ്റസ്റ്റ് ചെയ്യും, ഞാനാ തുറന്നേ. എന്നിട്ട് കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആ വാതൊക്കെ നിൽക്കും. വല്ലവനും ധൈര്യമുണ്ട് വാട അടയ്ക്കാൻ. കർത്താവ് വാതൊക്കെ നിൽക്കുക, ഞാനാ തുറന്നു കൊടുത്തേക്കുന്നേ. അടയ്ക്കാൻ ധൈര്യമുള്ള വല്ലവനും ഉണ്ട് വാടാ. ഇന്ന് ഇതാ സംഭവിക്കാൻ പോന്നേ. എന്റെ മകനെ പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്നു. ഇന്ന് കർത്താവ് തുറന്നിട്ട് കാവല് നിൽക്കാൻ പോവുക. ഇടയ്ക്ക് വിടുതലുണ്ടാവും ബ്രദറെ, പിന്നെ അവൻ പഴയതുപോലാവും. ഇനിമേൽ അത് അടയത്തില്ല. വഴി തുറന്നു വരുന്ന പോലെ തോന്നും, പക്ഷെ പെട്ടെന്ന് അത് അടഞ്ഞു പോകും. നോ, ഇനി അത് അടയത്തില്ല. തുറക്കുന്നവൻ സകലവൻ ചെയ്ത് കഴിഞ്ഞവനാ. സകലവൻ ചെയ്തു കഴിഞ്ഞു. യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു. ശരീരങ്ങളിലേക്ക് ഈ സത്യം വ്യാപരിക്കട്ടെ. ഈ സത്യത്തിന് വിരോധമായി വരുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തകരട്ടെ. പാതാളത്തിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു. പാതാളത്തിൽ അവനെ പൂട്ടി. ഓ സ്തോത്രം. അവനെ അവിടെ ചെന്ന് നിരായുധനാക്കി ആയുധവർഗം വെപ്പിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ നിനക്ക് അധികാരം തന്നു. ഓ സ്തോത്രം. ഇന്നിവിടെ സൗഖ്യമാകാൻ എത്ര പേർ വന്നിട്ടുണ്ട്? എനിക്ക് സൗഖ്യമാകണമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? താക്കോൽ കൂട്ടവുമായിട്ട് യേശു വന്നിരിക്കുന്നു. സൗഖ്യമാകാൻ എത്ര പേരുണ്ട്? തുറക്കാൻ കർത്താവ് വന്നിരിക്കുന്നു. നീറുന്ന രോഗമായിട്ട് ആശുപത്രി വരാന്തേ കീറുന്ന ഒരു ചീട്ടുമായിട്ട് നാറുന്ന ആ വരാന്തയിൽ എത്ര മണിക്കൂർ ഒരു ഡോക്ടറെ കാത്തിരിക്കും അല്ലേ? ഒരു കുഴപ്പമില്ല. പക്ഷെ സൗഖ്യമാക്കാൻ വിളിക്കുമ്പോൾ കാക്കൈ, അരക്കൈ, മുക്കൈ, താക്കൈ. ഒരു കൈയുള്ളവർ ഉയർത്തി കാണിക്കുക. ആമേൻ. എനിക്കൊന്ന് സൗഖ്യമാകണം. പ്രാർത്ഥിക്കാൻ പോവാ. സൗഖ്യമാകേണ്ടവർ ചാടി എഴുന്നേറ്റു. സൗഖ്യമാകേണ്ടവർ മാത്രം ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് എഴുന്നേറ്റു. എന്താ ബ്രദറിന് സൗഖ്യമാകണ്ടേ? ഇങ്ങോട്ട് വാ, ഓടി വാ. ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ഡിസ്ക് ബൾജ് ചെയ്ത് നിൽക്കുകയാണോ? ഡിസ്ക് ബൾജ് ചെയ്ത് നിൽക്കുക ആണ്. പുറത്തോട്ട് തള്ളി നിൽക്കുക. യേശുവിന്റെ കരം ഇപ്പൊ വെളിപ്പെടാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ? ആ സ്പോട്ട് എന്നെ ഒന്ന് കാണിച്ച്. ഇതാ അല്ലേ?
ഇതല്ലേ? ഇതൊന്ന് വന്ന് കണ്ടേ സഹോദരങ്ങളെ, 1-2 പേരൊന്ന് വന്ന് കണ്ടേ. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളൊന്ന് കാണാൻ വേണ്ടി 1-2 പേര് വന്നേ. ആദ്യമായിട്ട് വന്നിരിക്കുന്ന 1-2 പേര് വന്നേ. വാ. കണ്ടു. സൗഖ്യമായെന്ന് അറിയാലോ ഇനി? അറിയാം. ഓക്കെ, കൈയെടുത്തു. വേറെ ആരാ? 1-2 പേരോട് ഒന്ന് വന്ന് തൊട്ട് നോക്കും. ഈ എല്ലിപ്പകത്തോട്ട് കയറണം. എൻ്റെ യേശുവിൻ്റെ ജീവനെ നട്ടലിലേക്ക് വ്യാപരിക്കണം. See the spot. കണ്ടല്ലോ? കണ്ടു. ഇത് പകത്തോട്ട് കയറുന്ന എത്ര പേര് വിശ്വസിക്കുന്നു? ലോർഡ്, നിന്റെ മജസ്റ്റി, നിന്റെ പ്രോക്സിമിറ്റി ഈ മനുഷ്യന്റെ മേൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടട്ടെ. റിലീസ് ആകട്ടെ. ടച്ച്. നിന്റെ വിടുതൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വ്യാപരിക്കട്ടെ. കഴിഞ്ഞു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. അച്ഛൻ കണ്ടല്ലേ ആ ബൾജി പുറത്തോട്ട് നിൽക്കുന്നേ? കണ്ട. തപ്പ് തപ്പ് തപ്പ്. ഇല്ല, ശരിക്കും ഇല്ല. അച്ഛൻ തൊട്ടല്ലേ അതിനെ? അതെ. അച്ഛൻ എല്ലാം ക്ലിയറായി. ഉണ്ടോ അവിടെ? അത് ഇല്ല. കുനിയും ബ്രദർ, കുനിയും. ഇത് ഇങ്ങനെയൊക്കെ കുനിയാതെ എന്റെ പൊന്നെ. ഞാൻ പറഞ്ഞില്ലേ, പൂട്ടാനും തുറക്കാനും അധികാരം നിനക്കാ. നീ ചെയ്ത ഇപ്പൊ സംഭവിക്കും. സൗഖ്യമായിക്കോ. നോക്കി നിൽക്കണ്ട. സൗഖ്യമായിക്കോ. എവിടെ സൗഖ്യം വേണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പ്രാപിച്ചോ, അങ്ങോട്ട് സ്വീകരിച്ചോ, അങ്ങോട്ട് ഏറ്റെടുത്തോ. എവിടെ സൗഖ്യം വേണം ബ്രദർ? ഞാനൊന്ന് സ്കാൻ ചെയ്യട്ടെ. കണ്ണടച്ചു. ജീസസ്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ആദ്യമായിട്ട്. ഞാൻ ക്ഷമിച്ചു. ഉണർവ് നടന്നിട്ട് വന്നില്ലെന്ന് പറഞ്ഞ പിന്നെ എവിടെ പോവാനാ? പ്രാർത്ഥിക്കാൻ പോവാ. 3 കാര്യങ്ങൾ കർത്താവ് പറയുന്നു. ഒന്ന്, ഇവിടെ 70% 83% 2 ബ്ലോക്കുകളുണ്ട് ഇതിനകത്ത്. അതിന്റെ ഫലത്താലാണ് ഈ അടുത്ത കാലത്ത് ഒരു അറ്റാക്ക്, ഒരു സൈലന്റ് അറ്റാക്ക് ഇതിനകത്തുണ്ടായി എന്ന് കർത്താവ് പറയുന്നു. ശരിയാണോ? കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം. സ്തോത്രം. ഇപ്പോഴ് ഒരു ഹാർട്ട് ഓപ്പൺ സർജറിക്ക് കഴിയാത്തത് ഇപ്പൊ യേശു ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ശരീരത്തിൽ. നോക്കിക്കോണേ, ഈ മനുഷ്യന്റെ മേലേക്ക് ദൈവശക്തി അടിക്കുന്ന കണ്ടോ? അച്ഛനോട് മാറിയുന്നു. പിടിച്ചോണേ. Power of Jesus. Oh. Jesus.
ബൈപ്പാസ് സർജറി നടന്നുകൊണ്ടിരിക്കുക. ബൈപ്പാസ് സർജറി നടന്നുകൊണ്ടിരിക്കുക. ബൈപ്പാസ് സർജറി നടന്നുകൊണ്ടിരിക്കുക. ബൈപ്പാസ് സർജറി നടന്നുകൊണ്ടിരിക്കുക. സർജറി നടന്നുകൊണ്ടിരിക്കുക. സർജറി നടന്നുകൊണ്ടിരിക്കുക. ആമേൻ പറഞ്ഞു. കൈവച്ച് ആമേൻ പറഞ്ഞു. കൈവച്ച് ആമേൻ പറഞ്ഞു. കൈവച്ച് ആമേൻ പറഞ്ഞു. ആമേൻ പറഞ്ഞു. സംഭവിച്ചുകൊണ്ടിരിക്കുക. 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 ഇത് ദൈവത്തിന്റെ നാഴിക ബ്രദർ. അയ്യോ, അടപ്പ് തുറക്കുക. അടപ്പ് തുറക്കുക. അടപ്പ് തുറന്നുകൊണ്ടിരിക്കുക. കണ്ടോണം, കണ്ടോണം, നിങ്ങൾ കണ്ടോണം. ഈ മനുഷ്യന് ചെസ്റ്റ് പെയിൻ. ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ ദേഹം അല്ലെങ്കിൽ വല്ലതും ഒന്ന് ചെയ്താൽ ഉടനെ ചെസ്റ്റിലോട്ട് അങ്ങ് ബ്ലോക്ക് വരും. ബ്ലോക്ക് വന്നിട്ടുള്ള പെയിനാ. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ സൗഖ്യമായിക്കൊണ്ടിരിക്കും. ഒരു കറുത്ത ഷോൾ ഇട്ട്, കറുത്ത കുപ്പായം ഇട്ട് ഇപ്പൊ നിൽക്കുന്ന ആള് നിങ്ങളുടെ ഭാര്യയാണോ? ആണോ? അതെ. എന്നാ ആളിപ്പോ സൗഖ്യം വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? എവിടെ നിൽക്കുന്നു? അഞ്ഞു പോന്നോ? സൗഖ്യത്തിന്റെ ശക്തി നിന്റെ മേലെ അടിക്കാൻ പോവാ. ഇന്ന് ഇവിടെ വെച്ച് the power of God is moving. ഫൈബ്രോയിഡ് യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. 6.9 എന്ന അളവിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഫൈബ്രോയിഡ് യേശുവിന്റെ നാമത്തിൽ power of Jesus. ഭയങ്കര ഹീലിംഗ്, ഭയങ്കര ഹീലിംഗ്. ഒരു ഭയങ്കര ഹീലിംഗ്. അവരുടെ വയറിലോട്ടൊന്ന് കൈവച്ചു. യേശുവേ, യേശുവേ, സർവവല്ലഭൻ നീയേ. യേശുവേ, യേശുവേ, ക്യാൻസറിന്റെ ആത്മാവേ നീയേ. യേശുവേ, യേശുവേ, ഞാൻ വിളിക്കാം. അവിടെ ഇരുന്നോ. യേശുവേ, യേശുവേ, യേശു തൊടുന്നുണ്ട്. I don't know what he is doing. പക്ഷെ യേശു തൊടുന്നുണ്ട്. ആ മനുഷ്യൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഇയാളെ യേശു തൊടുന്നുണ്ട്. ഇപ്പൊ സർവവല്ലഭൻ നീയേ. യേശുവേ, യേശുവേ, സർവവല്ലഭൻ നീയേ. യേശുവേ, യേശുവേ, സർവവല്ലഭൻ നീയേ. എല്ലാവരും യേശുവേ, 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 സർവവല്ലഭൻ നീയേ. യേശുവേ, യേശുവേ, സർവവല്ലഭൻ നീയേ. യേശുവേ, യേശുവേ, സർവവല്ലഭൻ നീയേ. ഇപ്പൊ ഒരു മേജർ ഹീലിംഗ് നടക്കുന്നു. ജീസസ്, ഇപ്പൊ ഒരു മേജർ ഹീലിംഗ് നടക്കുന്നു.
ഒരു ബ്രസ്റ്റില്, ഒരു സഹോദരന്റെ കാര്യം, ഒരു ബ്രസ്റ്റില് ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് ക്യാൻസർ അല്ലാതെ മറ്റൊന്നല്ല എന്ന സന്ദേഹത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് ഉണ്ട്. ഇപ്പോൾ യേശുവിന്റെ കരം ആ വ്യക്തിയുടെ മേൽ വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. നീ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു, പക്ഷെ നിന്റെ കൈ വെക്കുമ്പം ആ മുഴ അവിടുന്ന് അപ്രത്യക്ഷമാകും. ക്യാൻസർ അല്ലെന്ന് മാത്രമല്ല, ആ മുഴയാ നീ സംശയിക്കുന്നേ. മുഴയില്ലെങ്കിൽ പിന്നെ സംശയം വേണ്ടല്ലോ, മുഴയില്ല. ഇപ്പൊ മുഴ യേശു എടുത്തു മാറ്റിയിട്ട് അതിശയത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. കൈ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചോ വ്യക്തികൾ, യേശുവിനെ നാമത്തിൽ സംഭവിച്ചു. നിങ്ങൾക്ക് സംഭവിച്ചത് ചെറുതല്ല കേട്ടോ. ഈ സ്റ്റെപ്പ് കയറുക, ജോലി ചെയ്യുക, കുനിഞ്ഞ് വെയിറ്റ് എടുക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ചെസ്റ്റിൽ ഭയങ്കര പെയിനാ. ഈ ഭാഗത്ത് ഇങ്ങനെ മേളിലോട്ട്. അതെ അതെ. അടുത്ത അറ്റാക്ക് തീരണമെന്നാ എഴുതി വെച്ചിരുന്നത് കേട്ടോ. ഉയർത്തെഴുന്നേറ്റവും പറയുന്നത് എന്നാന്നറിയോ? ഉയർത്തെഴുന്നേറ്റവും പറയുന്നത് എന്നാന്നറിയോ? ഞാൻ താക്കോലുമായിട്ട് വന്നിരിക്കുക. ഇവൻ മരിച്ചാൽ എങ്ങനെ ഇവനെ കൊണ്ട് ഞാൻ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം പറയുന്നത്? ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം പറയാൻ എനിക്ക് ഇവനെ വേണം. അതുകൊണ്ട് ഞാൻ ഇവനെ അങ്ങ് സൗഖ്യമാക്കുക. അതാ ഇപ്പൊ കർത്താവ് ചെയ്തത്. ഇപ്പോഴും ഇതിന്റെ അകത്ത് സൗഖ്യങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചു. നിങ്ങളെ തൊടാൻ ഇപ്പൊ യേശുവിന് കഴിയും. അത്ഭുതകരമായിട്ട് നിങ്ങളെ യേശു തൊടും. യേശുവിന്റെ കരം നിങ്ങളെ വന്ന് തൊടുവാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു. മനുഷ്യനല്ല, യേശു നിങ്ങളെ സ്പർശിക്കാൻ പോകും. ഹല്ലേലൂയ പറഞ്ഞേ, ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. യേശു നിങ്ങളെ സ്പർശിക്കാൻ പോകും. ജീസസ്. കീമോതെറാപ്പി ചെയ്തിട്ടും, ക്യാൻസറിന്റെ അണുക്കൾക്കെതിരെ കീമോ ചെയ്തിട്ടും മുടി പൊഴിഞ്ഞു പോയി. അങ്ങനെ ഒരു വിഷയം കർത്താവ് പറയാൻ പറയും. കീമോ ചെയ്ത് മുടി പൊഴിഞ്ഞു പോയി. ഇപ്പോഴും ക്യാൻസറിന്റെ അണുക്കൾ ആ ശരീരത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ കരം ആ വ്യക്തി വന്ന് തൊട്ടുകൊണ്ടിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് കാര്യം ഇപ്പൊ കർത്താവ് പറയുന്നു. ഒന്ന്, ക്യാൻസറിന്റെ മേൽ ഞാൻ എൻ്റെ ആധിപത്യത്തെ അയക്കുകയാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റിലെ ഞാൻ പറഞ്ഞ വിഷയമില്ല, ഇപ്പൊ അത് ആ സ്ഥിതിയിലുള്ള ഒരു സൗഖ്യമായിക്കൊണ്ടിരിക്കുക. അടിപ്പിണറുകളാലുള്ള സൗഖ്യം അവരുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കർത്താവിന്റെ കരം ചലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സൗഖ്യദായക ശുശ്രൂഷയിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. ഇത്ര മാത്രം നിങ്ങളൊന്ന് വിശ്വസിക്കുക. കർത്താവ് കാൽവരി ക്രൂശിൽ, ഇത് ഈ പറഞ്ഞതിൽ ഏതാ ഇത്? കീമോ ചെയ്ത് മുടി പൊഴിഞ്ഞു പോയി. ഇത് മുടിയുണ്ടല്ലോ. ഓ, ഇത് വിക്കാണ്. യേശുവിന്റെ കരമത്തോട് ഇന്നിവിടെ വെച്ച് ക്യാൻസർ സൗഖ്യമാവുക കേട്ടോ. അടിപ്പിണറുകളാലുള്ള സൗഖ്യം ഇപ്പൊ വ്യാപരിച്ചുകൊണ്ടിരിക്കും. നോക്കിക്കോണേ, ഈ മകളുടെ മേലേക്ക് ദൈവശക്തി അടിക്കുന്ന കണ്ടോണേ. കർത്താവേ, ഇത് അങ്ങയുടെ സമയം. നിന്റെ മകള് മരിക്കാൻ പിശാച് പൂട്ടി. ഇവളെ ജീവിപ്പിക്കാൻ യേശു എന്ന് കെട്ടഴിക്കുന്നു. ജീവിപ്പിക്കാൻ വേണ്ടി യേശു പൂട്ടു തുറക്കുന്നു. ക്യാൻസറിന്റെ അണുക്കളെ ഈ ശരീരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഒഴിഞ്ഞു പോവുക. ഭയങ്കര അത്ഭുതമാണ്.
ക്യാൻസർ ഇറങ്ങിപ്പോവുക. ക്യാൻസർ ഇറങ്ങിപ്പോവുക. ക്യാൻസർ ഇറങ്ങിപ്പോവുക. ക്യാൻസർ ഇറങ്ങിപ്പോവുക. ക്യാൻസർ ഇറങ്ങിപ്പോവുക. ക്യാൻസർ ഇറങ്ങിപ്പോവുക. ക്യാൻസർ ഇറങ്ങും. ക്യാൻസർ ഇറങ്ങിപ്പോവുക. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഞാൻ ഈ നോട്ടീസ് എല്ലാം കൂടെ കൊടുത്തു. അപ്പം പിന്നെ സജിമോൻ്റെ ഫോട്ടോ കേട്ട പറഞ്ഞു നല്ലൊരു ഭാഷയാണല്ലോ ഈ സ്ത്രീ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഓടിക്കുന്നു എന്നെ കൂടെ കൊണ്ടുപോകാൻ എന്നെ സൗഖ്യമാക്കണം. മരിക്കാൻ ഈ മരണത്തോട് മല്ലിട്ട് വീട്ടിനകത്ത്. ഇവള് മരിക്കയില്ല. നീ മരിക്കേണ്ടവളല്ല. നീ ജീവനിലേക്ക് പ്രവേശിക്കുക. ഇവള് ജീവനിലേക്ക് പ്രവേശിക്കുക. ഇവള് ജീവനിലേക്ക് പ്രവേശിക്കുക. ഇവള് ജീവനിലേക്ക് പ്രവേശിക്കുക. Holy fire of anointing. നിന്റെ അഭിഷേകത്തിന്റെ ഭയങ്കര ശക്തി നിന്റെ മകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വ്യാപിക്കട്ടെ. സൗഖ്യമാകട്ടെ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തെ. നടന്നു കഴിഞ്ഞത് നടന്നു കഴിഞ്ഞു. അവസാന ക്യാൻസറിന്റെ അണുവും ആ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞു. മുഴ കാണാതെ പോകാൻ പോവാണ്. കാണേണ്ടവരെല്ലാം കൂടെ അടുത്തു വാ. ബോളിന്റെ അത്ര ഉണ്ടോ? അത് ബോളിന്റെ അത്ര ഉണ്ടോ? ബോള് ഉണ്ട്. ഇവിടെ വന്നിരുന്നപ്പോ എന്നോട് പറഞ്ഞു എന്റെ വയറ്റിനകത്ത് ഇവിടെ ഒരു മുഴ പോലെ 2 വർഷം. 2 വർഷമായി. അനീഷ് നമുക്ക് കേസ് പിടിച്ചേക്കാം. കർത്താവേ, ഇത് അങ്ങയുടെ സമയമാണ്. ബോള് പോലെ ഇവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ആ മുഴ ഇപ്പം അപ്രത്യക്ഷമാകണം. വിട്ടുപോട്ടെ. പിടിച്ചോ. അവളല്ല വീണ, മുഴയാ വീണേ. അവളല്ല താഴെ പോയ, മുഴയാ താഴെ പോയെ. കഴിഞ്ഞു. എഴുന്നേപ്പിച്ചു. വേഗം എഴുന്നേപ്പിച്ചു. ബിൻസിസ്റ്ററോടാണ് ഇവര് വന്നപ്പോ പറഞ്ഞേ. റാന്നി ഇന്നലെ വന്ന മീറ്റിംഗ് കൂടി. അപ്പൊ ഇന്ന് വന്നപ്പോ എന്നോട് പറഞ്ഞു എന്റെ ഇവിടെ മുഴയുണ്ട് 2. ഞാൻ ചോദിച്ചു നിങ്ങൾ തൊട്ടായിരുന്നു അതിനെ? എവിടായിരുന്നു? തപ്പ്. ഓ മൈ ജീസസ്. ഇല്ല. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ലോകമെമ്പാടുമുള്ള വീഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിപ്പാനായി പോകുന്നു. ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഉണർവിന്റെ ശക്തി ഭൂമിയുടെ അറ്റത്തോളം വ്യാപിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് യേശുവിന്റെ നാമത്തില് ലോകമെമ്പാടും ഞങ്ങളെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, വലിയ സൗഖ്യങ്ങള്, വലിയ വിടുതലുകള് യേശു കാൽവരി ക്രൂശിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന സത്യം അവര് തിരിച്ചറിഞ്ഞു പ്രാപിക്കട്ടെ. അവരുടെ മേലത് വ്യാപരിക്കട്ടെ. ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന അതേ ആത്മസാന്നിധ്യം, അതേ ഉണർവ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്, ഡോക്ടേഴ്സ് ടവറിന്റെ 2nd ഫ്ലോറിൽ നിന്ന് ഭൂമിയുടെ അറ്റത്തോളം പടരട്ടെ. അമേരിക്കൻ
ഐക്യനാടുകളിൽ ഞങ്ങളെ കാണുന്നവർക്കായി സ്തോത്രം. കാനഡയിലെ ഞങ്ങളുടെ പാർട്ട്നേഴ്സിനായിട്ട് സ്തോത്രം. ഓസ്ട്രേലിയയിൽ ഞങ്ങളെ കാണുന്നവർക്കായി സ്തോത്രം. ന്യൂസിലാൻഡിലും ആഫ്രിക്കയിലും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം. ഇംഗ്ലണ്ടിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം. ഓരോ രാജ്യത്തിന്റെ പേരുകൾ പറയുമ്പോൾ ആ രാജ്യങ്ങളിലേക്ക് അത്ഭുതങ്ങൾ വ്യാപരിക്കട്ടെ. ഇന്ത്യയുടെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഞങ്ങളെ വീക്ഷിക്കുന്നവർക്കായി സ്തോത്രം. ഫേസ്ബുക്കിലൂടെയും മറ്റും വിവരങ്ങൾ അറിഞ്ഞ് ബാംഗ്ലൂർ ഞങ്ങളെ വീക്ഷിക്കുന്നവർക്കായി സ്തോത്രം. ചെന്നൈയിൽ ഞങ്ങളെ കാണുന്നവർക്കായി സ്തോത്രം. കൽക്കട്ടയിൽ, ബോംബെയിൽ ഞങ്ങളെ കാണുന്ന, പൂനെയിൽ ഞങ്ങളെ കാണുന്നവർക്കായി സ്തോത്രം. ഇപ്പോൾ ഈ വെബ്കാസ്റ്റിങ്ങിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് നീ വിശ്വസിക്കുമ്പോൾ തന്നെ അടുത്ത ഫോൺ കോള് നിന്റെ ചെവിയിൽ ഒരു അത്ഭുതമായിട്ട് വരാം. തൈറോയിഡ് വളർന്നു തൂങ്ങിയ ഒരു സഹോദരി ഇപ്പൊ ഈ വെബ്കാസ്റ്റിങ്ങിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. വചനത്തിന്റെ അധികാരം അതിനുവേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. നസ്സറേന യേശുവിന്റെ നാമത്തിൽ. അതുപോലെ ക്ലെമന്റ് എന്നൊരു പേര് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. ജോലി നഷ്ടപ്പെട്ട് പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അനേകം പേരുടെ ഇടയിൽ വിടുതൽ സംഭവിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു പേരെടുത്തു പറയാൻ കർത്താവ് ക്ലെമന്റ് എന്ന പേരുള്ള ഒരു സഹോദരൻ ദീർഘനാളുകളായി ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് തടഞ്ഞു കിടക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചങ്ങനാശ്ശേരി നിന്ന് വിടുതൽ അങ്ങോട്ട് പുറപ്പെടുകയാണ്. മിഡിൽ ഈസ്റ്റില് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ വിടുവിക്കപ്പെടട്ടെ. ജീസസ്. ഗൾഫിലാ താമസിക്കുന്ന, പക്ഷേ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് പോലും വരാൻ നിവൃത്തിയില്ല, പാസ്പോർട്ട് പോലും നഷ്ടപ്പെട്ട വ്യക്തികൾ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിച്ചിറങ്ങുന്നു. ഞാൻ കാണുന്ന ഒരു ദർശനം ഇങ്ങനെയാണ്. വെട്ടിയിട്ടിടത്തുനിന്ന് ഒരു തൈ പൊട്ടിക്കിളിർക്കുന്ന പോലെ നിങ്ങൾക്കൊരു പുതിയ കിളിർപ്പും ഒരു പുതിയ നാമ്പും വീഴാൻ പോകുന്നു. അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ.